ഇന്നത്തെ നമ്മുടെ മീറ്റിങ്ങിൻ്റെ വിഷയം വാട്ട് ഈസ് ഹൗ ഇൻ ആൽക്കഹോളിക് അനോണിമസ്, ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്, വില്ലിങ്നെസ്. അതിനെപ്പറ്റി നമ്മളോട് സംസാരിക്കുന്നത് രമേശൻ ചേട്ടൻ ചേർത്തലയാണ്. രമേശൻ ചേട്ടനെ ജ്വാല ഓൺലൈൻ ഗ്രൂപ്പ് മീറ്റിങ്ങിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം ചെയ്യുന്നു. രമേശൻ ചേട്ടാ, നമുക്ക് തുടങ്ങാം. ഓക്കെ ഓക്കെ താങ്ക് യു രാജ് ചേട്ടാ. കേൾക്കാമല്ലോ അല്ലേ? കേൾക്കാം, പറഞ്ഞോളൂ. ഓക്കെ, താങ്ക് യു. സുഹൃത്തുക്കളെ, മദ്യാസക്തനാണ്. ദൈവാനുഗ്രഹത്താൽ ആൽക്കഹോളിക്സ് അനോണിമസിലായതിനാൽ ഞാൻ ഇന്നത്തെ ദിവസം കുടിച്ചിട്ടില്ല. എന്റെ പേര് രമേശൻ. വളരെയധികം സന്തോഷം. എന്തായാലും ഈ നിമിഷം വളരെയധികം സന്തോഷത്തിന്റെ പ്രധാന കാരണം, ഒന്നാമത്തെ കാരണം, നമുക്കൊരു നവാഗതൻ ഇന്ന് ആദ്യമായിട്ട് ഓൺലൈൻ മീറ്റിങ്ങിൽ, ഫിസിക്കൽ മീറ്റിംഗ് ഒരു പ്രാവശ്യം കയറിയിട്ടുണ്ടെന്ന് തോന്നുന്നു, അങ്ങനെ കേട്ടതുപോലെ തോന്നുന്നു. അപ്പൊ എന്തായാലും ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു ഓൺലൈൻ മീറ്റിങ്ങിലേക്ക് ശ്രീലാൽ കടന്നു വന്നു എന്നുള്ളത് എനിക്ക് വളരെയധികം അത്ഭുതവും സന്തോഷവും തോന്നുന്നു. കാര്യം ഞാൻ ഈ ഓൺലൈൻ മീറ്റിങ്ങിൽ കയറാറില്ല എന്ന് പറഞ്ഞാൽ എനിക്ക് പറ്റാറില്ല, സമയം കിട്ടാറില്ല. ഞങ്ങളുടെ നാട്ടിൽ മിക്കവാറും എന്നും തന്നെ ഫിസിക്കൽ മീറ്റിംഗ് ഉണ്ട്. അതിൽ മിക്കവാറും പോകാൻ നിർബന്ധിതനാണ്. ഇപ്പൊ ഇന്ന് പോയില്ല, കഴിഞ്ഞ 1-2 ദിവസമായിട്ട് പോകുന്നില്ലായിരുന്നു. അപ്പൊ എന്തായാലും ഇന്നങ്ങനെ കയറാൻ ഭാഗ്യമുണ്ടായി. ഇന്ന് ഇങ്ങനെ ഒരു സംസാരിക്കാനായിട്ടൊരു അവസരം തന്നു, വളരെയധികം സന്തോഷം. ഞാൻ പറഞ്ഞല്ലോ, അതിനേക്കാൾ ഉപരി ഇന്ന് ശ്രീലാൽ ഇതിലേക്ക് കടന്നു വന്നു എന്നുള്ളതാണ്. അപ്പൊ എന്തായാലും വളരെയധികം സന്തോഷത്തോടെ, വളരെ ഹാർദമായി നമ്മളുടെ ഫെലോഷിപ്പിലേക്ക് ശ്രീലാലിനെ സ്വാഗതം ചെയ്യുന്നു. എന്തായാലും വളരെയധികം സന്തോഷം. ഒരു വിഷയാവതരണം എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ഭയമാണ്. ഞാൻ ഈ രാമേട്ടനെ ഒളിച്ചു നടക്കുന്ന ഒരാളാണ്. ഒന്ന് വിഷയം സംസാരിക്കണം, കാര്യം ഒരു വിഷയം സംസാരിക്കുക എന്ന് കേൾക്കുമ്പോൾ എനിക്ക് ചെറിയൊരു ഭയം സത്യത്തിലുണ്ട്. കാര്യം ജ്വാല ഗ്രൂപ്പിൽ വളരെ പ്രഗത്ഭരായിട്ടുള്ള ആൾക്കാരൊക്കെ ധാരാളം വിഷയാവതരണങ്ങൾ മിക്കവാറും നടത്തുന്നുണ്ട്. ഇതിലൊക്കെ ഇടയ്ക്ക് ഞാൻ കയറി വിഷയാവതരണങ്ങൾ കേട്ടിട്ട് പോകാറുമുണ്ട് പലതും. അപ്പൊ ഈ പറഞ്ഞ ഹൗ എന്നുള്ള വിഷയവും 2 പ്രാവശ്യം ഫിസിക്കലായിട്ട് ഒക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാനീ പറഞ്ഞില്ല, ഒരു വിഷയാവതരണം എന്നുള്ള രീതിയിൽ ആരും വലിയ താല്പര്യത്തിലൊന്നും ഇരിക്കേണ്ട. അതിനുള്ള ഒരു മിടുക്കും കഴിവൊന്നും എനിക്കില്ല. അത് മാത്രമല്ല, അതിൻ്റെ ഈ വ്യക്തമായിട്ട് ഓർഡർ അനുസരിച്ച് ഓർത്തിരുന്നൊക്കെ പറയാനുള്ള ഒരു കഴിവുമില്ല. മദ്യാസക്തനും വളരെ ദീർഘകാലത്തെ മദ്യപാനവും പ്രായത്തിന്റെ ഒരു ഇതൊക്കെ കൊണ്ടായിരിക്കാം. അപ്പൊ എന്തായാലും ഹൗ എന്ന് കേൾക്കുമ്പോ എങ്ങനെ പെട്ടെന്ന് എനിക്ക് സത്യത്തിൽ ഈ ഹൗ എന്ന് കേൾക്കുമ്പോൾ ഓർമ്മ വരുന്നത് 5-ാമത്തെ അധ്യായം. പെട്ടെന്ന് എനിക്ക് ഓർമ്മ വരുന്ന ഹൗ ഇറ്റ് വർക്ക്സ്. ഒരു സെക്കൻഡ്. ഇച്ചിരി സൗണ്ട് കുറഞ്ഞ കേട്ടോ. ഓക്കെ, അപ്പൊ ഈ ഹൗ ഇറ്റ് വർക്ക്സ് അതിന്റെ മറുപടി എന്നവണ്ണം ഇറ്റ് വർക്ക്സ് ഇഫ് യു വർക്ക് ഇറ്റ്. ഇത് പെട്ടെന്ന് ഇങ്ങനെ മനസ്സിലിങ്ങനെ ഇതാ വരുന്നത്. കാര്യം ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു? ഇത് നിങ്ങൾ പ്രവർത്തിപ്പിച്ചാൽ തീർച്ചയായിട്ടും പ്രവർത്തിക്കുക തന്നെ ചെയ്യും. അപ്പൊ ഈ ഹൗ എന്ന് എപ്പോ കേട്ടാലും, ഈ വിഷയത്തെപ്പറ്റി കേട്ടാലും പെട്ടെന്ന് എനിക്കിത് തന്നെ ഓർമ്മ വരുന്നത്. അപ്പൊ എന്തായാലും ഇവിടെ HOW. അപ്പൊ അത് 3 തന്നെ ആണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ എന്തായാലും ഈ HOW ഹൗ എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞല്ലോ, ഇതെങ്ങനെ പ്രവർത്തിക്കുന്നു എന്നുള്ള നമ്മുടെ 5-ാമത്തെ അധ്യായം. 5-ാമത്തെ അധ്യായത്തിന്റെ ആദ്യത്തെ പാരഗ്രാഫ് അത് വ്യക്തമായിട്ടും പെട്ടെന്ന് ഇങ്ങനെ ഓർമ്മയിൽ കടന്നു വരികയാണ്. അതായത്, ഞങ്ങളുടെ പാത തികച്ചും പിന്തുടരുന്ന ഒരുവൻ പരാജയപ്പെടുക വളരെ വിരളമാണ്. ഈ തുടക്കത്തിൽ വലിയൊരു കോൺഫിഡൻസ്, കാര്യം മദ്യത്തിന്റെ കാര്യത്തിൽ കോൺഫിഡൻസ് പാടില്ല, മദ്യത്തിന്റെ കാര്യത്തിലല്ല, ഈ ഒരു പ്രോഗ്രാം അല്ലെ, ഈ ഒരു പ്രശ്ന പരിഹാരം. കാര്യം മദ്യം അല്ല പ്രശ്നം എന്ന് മനസ്സിലായപ്പോഴത്തേക്ക്, അടിസ്ഥാനപരമായിട്ടുള്ള എന്റെ പ്രശ്നം മദ്യപാനമല്ല, മദ്യപിക്കാതിരിക്കാൻ പറ്റാത്ത തരത്തിലുള്ള ഒരു ജീവിതം അല്ലെ, ഒരു മാനസികാവസ്ഥ, ആ ഒരു അവസ്ഥ, അതാണ് പ്രശ്നം.
ആ പ്രശ്നത്തെ പരിഹരിക്കണമെങ്കിൽ അതിന് കാരണമായിട്ടുള്ള കുറേയധികം എന്താണ് സംഗതികളുണ്ട്. അതിനെയൊക്കെ ഞാൻ മാറ്റേണ്ടതുണ്ട്. അതൊക്കെയാണ് എൻ്റെ പ്രശ്നം എന്നൊക്കെ തോന്നി തുടങ്ങിയപ്പോഴത്തേക്ക് ഈ പറയുന്ന പ്രശ്നങ്ങളൊക്കെ എങ്ങനെ മാറ്റാൻ സാധിക്കും? അപ്പൊ ഈ പറഞ്ഞ എന്താണ് നമ്മളുടെ 5-ാമത്തെ അധ്യായത്തിന്റെ ആ ആദ്യത്തെ പാരഗ്രാഫ് തന്നെ വളരെ വലിയൊരു കോൺഫിഡൻസ് എനിക്ക് ആ കാര്യത്തിൽ തന്നു. അതായത് കുടിക്കാതിരിക്കുന്ന കാര്യത്തിലല്ല, എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്നതിൽ. അതായത് ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായും ഇഴുകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരോ ആയ ചിലരാണ് രോഗശമനത്തിൽ എത്താത്തത്. ഇപ്പൊ പരിപാടി എന്തായാലും വളരെ ലളിതമാണെന്ന് ബുക്കേ പറയുന്നുണ്ട്. മറ്റ് ഏമമ്പ്രന്മാരോ പഴമക്കാരോ ഒക്കെ എന്തും പറഞ്ഞോട്ടെ, കാര്യം അവർ പറയും ഇത് ഭയങ്കര പ്രശ്നമാണ്, എന്താണ് മാറാരോഗമാണ്, ഒരിക്കലും മാറിയില്ല എന്നൊക്കെ പറഞ്ഞ് തുടക്കത്തിൽ എന്നെ നിരാശപ്പെടുത്തിയിട്ടുണ്ട്. മാറാരോഗമാണ്, പിന്നെ എന്തിനാ ഇവിടെ ഇരുന്നിട്ട് എന്താ കാര്യം, പിന്നെ ഇതിനെപ്പറ്റി പറഞ്ഞിട്ട് എന്താ കാര്യം? പക്ഷെ ഈ പറഞ്ഞ ബുക്കിലേക്ക് ശ്രദ്ധിച്ചപ്പോഴത്തേക്ക് എന്താണ് വ്യക്തമായി പറയുന്നുണ്ട്, ഇത് ലളിതമായിട്ടുള്ള പരിപാടിയാണെന്നുള്ളത്. എന്താണ് ഈ ലളിതമായ പരിപാടിയിലേക്ക് പൂർണ്ണമായി ഇഴുകിച്ചേരാൻ പറ്റില്ലെന്നുള്ളവരോ അതിന് കഴിയില്ലെന്നുള്ളവരോ ആയ ചിലരാണ് രോഗശമനത്തിലെത്താത്തത്. അപ്പൊ ഇതിന് ഈ ലളിതമായ പരിപാടി ആണല്ലോ, പിന്നെ എന്തുകൊണ്ട് അതുമായിട്ട് എന്തുകൊണ്ട് എനിക്ക് ഇഴുകിച്ചേരാൻ പറ്റില്ല, എനിക്ക് എന്തുകൊണ്ട് ഇത് കഴിയല്ലെന്ന്? ലളിതമായിട്ടുള്ള പരിപാടിയാണെന്നും മുൻകൂർ പറയുന്നു, ബുക്കിൽ പറയുന്നു. അപ്പൊ എന്തായാലും ഈ പഴമക്കാർ പലരും പറയും പോലെ ഇത് മാറാരോഗമൊന്നുമല്ല, ഇത് പരിഹരിക്കാൻ പറ്റുന്നതാണെന്ന് വ്യക്തമായിട്ട് ബുക്കിൽ എഴുതിയിരിക്കുന്നു, നമ്മുടെ അടിസ്ഥാന ഗ്രന്ഥത്തിൽ എഴുതി വെച്ചിരിക്കുന്നു. പിന്നെ വേറെ ആൾക്കാർ പറയുന്നത് ഞാൻ ഇതിനാ ശ്രദ്ധിക്കുന്നത്. അപ്പൊ എന്തായാലും എന്താണ് അതിന് വേണ്ടത്? തങ്ങളോട് തന്നെ സത്യസന്ധരായിരിക്കുവാൻ ശാരീരിക മാനസിക ഘടനകളാൽ കഴിവില്ലാത്തവരായിട്ടുള്ളവരാണ് മിക്കപ്പോഴും ഇവർ. അവരത്രയ്ക്ക് നിർഭാഗ്യവാന്മാരാണ്. അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി കാണപ്പെടുന്നത്. കടുത്ത സത്യസന്ധത ആവശ്യമാക്കുന്ന ജീവിത രീതി മെനഞ്ഞെടുക്കുന്നതിലോ അത് സ്വാംശീകരിക്കുന്നതിലോ സ്വാഭാവികമായി തന്നെ കഴിവില്ലാത്തവരാണവർ. അവരുടെ അവസരം ശരാശരിയിലും കുറവാണ്. വൈകാരികവും മാനസികവുമായ തകരാറുള്ളവർ കൂടിയുണ്ട്. പക്ഷെ അവരിൽ സത്യസന്ധരായിരിക്കുവാനുള്ള കഴിവുള്ളവരുണ്ടെങ്കിൽ നിശ്ചയമായും കരകയറുന്നു. അപ്പൊ എന്തായാലും നിശ്ചയമായും എന്നുള്ളത് എന്താണ് പല ആൾക്കാരും പറയുന്നത്, ഇത് മാറാരോഗമാണെന്ന് പറയുന്നതിന്റെ നേരെ എതിരാണ്. 100% ഗ്യാരണ്ടി തരുന്നു ആൽക്കഹോളിക്സ് അനോണിമസ്. 100%. കാര്യം നിശ്ചയമായും കരകയറും എന്നാണ് പറഞ്ഞത്. ഇച്ചിരി രക്ഷപ്പെടുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, നിശ്ചയമായും കരകയറും. എങ്ങനെയാണെങ്കിൽ ഈ പറഞ്ഞ പോലെ സത്യസന്ധരാകാൻ തയ്യാറുള്ളവരുണ്ടെങ്കിൽ. അപ്പൊ എന്നെ സംബന്ധിച്ച് ഞാൻ ഈ പറഞ്ഞ പോലെ ഈ എന്റെ പ്രശ്നം എന്താണെന്നൊക്കെ ഏകദേശം മനസ്സിലാക്കി തുടങ്ങിയപ്പോഴാണ് എനിക്ക് ഈ പറയുന്ന പാരഗ്രാഫും ഏകദേശം മനസ്സിലായത്. കാര്യം അതിനു മുമ്പ് പിടികിട്ടാത്ത ഒന്നായിരുന്നു ഈ സത്യസന്ധത എന്ന് പറയുന്നത്. ഹോണസ്റ്റി വളരെയധികം എന്നെ ഭയപ്പെടുന്ന ഒരു സംഗതിയായിരുന്നു. എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്ത ഒരു സംഗതിയായിരുന്നു. എന്താണ് സത്യസന്ധത എന്താണെന്ന് തന്നെ സത്യത്തിൽ അറിഞ്ഞുകൂടാ. എനിക്കിത് അറിയില്ലെന്നുള്ളത് എനിക്ക് അറിഞ്ഞുകൂടാ. അതാണ് രസം. എനിക്ക് ഒട്ടും സത്യസന്ധത ഇല്ലാത്തവനാണ് എന്ന് എനിക്കറിയില്ലായിരുന്നു, എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചില്ലായിരുന്നു. പക്ഷെ എന്നിൽ സത്യസന്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഇന്ന് ഞാനത് തിരിച്ചറിയുന്നു. കാര്യം ഒരു തലത്തിൽ അല്ലെങ്കിൽ എല്ലാ രീതിയിലും തന്നെ കടുത്ത സത്യസന്ധത എന്നിലുണ്ടായിരുന്നു. എന്നിലെന്നല്ല, ഇന്നത്തെ ദിവസം മദ്യപിക്കാതെ ഈ കൂട്ടത്തിലിരിക്കുന്ന എല്ലാവരിലും ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് ഈ അത്ഭുതകരമായിട്ടുള്ള ഒരു ഫെലോഷിപ്പിന്റെ ഒരു മീറ്റിങ്ങിൽ നമുക്കിന്ന് മദ്യരഹിത സുബോധത്തോടെ ഇരിക്കാൻ സാധിക്കുന്നത് എന്നുള്ളതിന് യാതൊരുവിധ സംശയവുമില്ല. അപ്പോൾ എന്തായാലും അതിനെപ്പറ്റി തുടർന്ന് ഞാൻ പറയാം. കാര്യം ഇത് എല്ലാവരിലും ഉണ്ടായിരുന്നു എന്നുള്ളതിന്റെ ഞാൻ ഇതിന്റെ 2ാമത്തെ പാർട്ടിൽ, അതായത് ഓപ്പൺ മൈൻഡിൽ ഞാൻ പറയാതെ. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ തുടക്കത്തിലുള്ള ഒരു ഭയങ്കര വലിയൊരു പ്രശ്നം, എനിക്കൊട്ടും സത്യസന്ധത ഇല്ല എന്നുള്ളത് പതിയെ മനസ്സിലാക്കി. ആൽക്കഹോളിക്സ് അനോണിമസിന് മീറ്റിങ്ങിൽ വന്നിരിക്കാൻ തുടങ്ങിയപ്പോഴാണ് പിടികിട്ടിയത് ഞാൻ മഹാ കള്ളനാണല്ലോ, ഒട്ടും സത്യസന്ധത ഇല്ലല്ലോ. ഞാൻ മീറ്റിങ്ങിൽ ഇരിക്കുമ്പോൾ സത്യസന്ധത ഇപ്പോൾ എന്താണ്, രാജേഷ് ചേട്ടൻ മുമ്പ് പറഞ്ഞു, ഈ മദ്യപാനം നിർത്തണമെന്നുള്ള ആഗ്രഹം മാത്രമാണ് എയിൽ ചേരാനുള്ള ഒരേ ഒരു യോഗ്യത. ഞാൻ വന്നൊന്നും ആദ്യം കേട്ടത് അതാണ്. അപ്പൊ അത് വളരെ ഇഷ്ടപ്പെട്ടു സംഗതി. കാര്യമൊക്കെ എനിക്ക് ഇഷ്ടപ്പെട്ടു. കാര്യം വേറെ യാതൊരുവിധ മാനദണ്ഡങ്ങളും ഇല്ല.
വിദ്യാഭ്യാസമോ മതമോ ജാതിയോ രാഷ്ട്രീയമോ വർണ്ണമോ കുലമോ ഒന്നും വിഷയമല്ല. യാതൊരുവിധ സാമ്പത്തിക ബാധ്യതയില്ല, പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല. അപ്പൊ ആ കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടു എനിക്ക്. കാര്യം യാതൊരുവിധ ബാധ്യതകളും ഇല്ല, യാതൊരുവിധ ക്വാളിഫിക്കേഷൻ ഒന്നും വേണ്ട. എനിക്ക് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം ഉണ്ടെങ്കിൽ എനിക്കിവിടെ ചേരാം. പക്ഷെ അവിടെ എനിക്ക് പ്രശ്നം. കാര്യം എനിക്ക് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹമില്ല. എനിക്ക് കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം സത്യമായിട്ട് അന്നില്ല. ഞാൻ മീറ്റിങ്ങിൽ വരുന്നുണ്ട്, മീറ്റിങ്ങിൽ കുറച്ച് ദിവസങ്ങളായിട്ട് വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒട്ടും ഈ പറഞ്ഞ സത്യസന്ധത ഇല്ല ഒരു കാര്യത്തിലും. കുടി നിർത്തണമെന്ന് പോലും എനിക്കില്ല. അപ്പൊ എനിക്കത് കൺഫ്യൂഷനായി. പതിയെ പല പഴമക്കാരും ഒക്കെ പറയുന്നു കടുത്ത സത്യസന്ധത ആവശ്യമാക്കുന്ന ജീവിത രീതിയെ പറ്റിയൊക്കെ പറയുന്നു. പ്രോഗ്രാം ചെയ്യണമെങ്കിൽ കടുത്ത സത്യസന്ധത വേണം. ആൽക്കഹോളിക് സർവീസിൽ തുടർന്ന് പോകണമെങ്കിൽ കടുത്ത സത്യസന്ധത വേണം എന്ന് പറയുമ്പോഴത്തേക്ക് അപ്പൊ ഇത് എനിക്ക് പറ്റിയ സ്ഥലമല്ല, തിരിച്ചു പോകേണ്ടി വരും എന്നാണ് ഞാൻ ചിന്തിച്ചത്. കാര്യം ഒരു പഴമക്കാരൻ ഇങ്ങനെ പറയുമ്പോൾ സമീപ ഗ്രൂപ്പിൽ ഞാൻ സമീപ ജില്ലയിലുള്ള ഒരു ഗ്രൂപ്പിൽ എന്നെ മീറ്റിങ്ങിൽ കൊണ്ടുപോയി എൻ്റെ പ്രൈമറി സ്പോൺസർ എന്നെ ആൽക്കഹോളിക് സർവീസ് പരിചയപ്പെടുത്തുന്ന എൻ്റെ ആദ്യത്തെ സ്പോൺസർ എന്നെ അടുത്ത ജില്ലയിൽ തന്നെ ഒരു മീറ്റിങ്ങിന് കൊണ്ടുപോയി. പിന്നീട് അവിടെ പോകാൻ എനിക്ക് വെറുപ്പായിരുന്നു. കാരണം അവിടെ ആ ഒരു പഴമക്കാരൻ ഈ സത്യസന്ധതയെ പറ്റി പറഞ്ഞു. സത്യസന്ധതയുടെ ആവശ്യകത, സത്യസന്ധത, കടുത്ത സത്യസന്ധത വേണം എന്ന് കേൾക്കുമ്പോൾ വല്ലാത്ത വെറുപ്പാണ് എനിക്ക് തോന്നിയത്. കടുത്ത സത്യസന്ധതയല്ല, ഒരു കാരണവശാലും സത്യസന്ധതയില്ലാത്ത ഒരു വ്യക്തി എനിക്ക് ഈ പരിപാടി പറ്റിയല്ല. അപ്പൊ ഇത് വലിയൊരു കൺഫ്യൂഷനായി. പക്ഷെ എന്നാലും ഞാൻ മീറ്റിങ്ങിൽ വരുന്നുണ്ട്. അപ്പൊ ഈ കാപട്യത്തോടുകൂടി തന്നെ ഞാൻ മീറ്റിംഗ് വരുന്നുണ്ട്. കുടി നിർത്തണമെന്നുള്ള ആഗ്രഹം പോലും ഇല്ല. അതുകൂടാതെ വളരെയധികം കള്ളത്തരങ്ങൾ, സത്യസന്ധമായിട്ടൊന്നും സംസാരിക്കുന്നില്ല. ഷെയറിങ് പോലും ഞാൻ വേറെ എന്തൊക്കെയാ പറയുന്നത്. കാര്യം കുടി നിർത്തണമെന്നുള്ള ആഗ്രഹമില്ല ഇല്ലാത്ത ഞാൻ ഈ ഒരു പ്രോഗ്രാം എന്ന് പറയുന്ന അറിഞ്ഞൂടെ, ഈ ഒരു കൂട്ടായ്മയിൽ തുടർന്ന് പോകണമെന്ന് പോലും ഞാൻ ആഗ്രഹിക്കുന്നില്ല. കാര്യം എനിക്ക് തുടക്കത്തിൽ ഇതൊന്നും ഒരു പിടിയും കിട്ടുന്നില്ല എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം ഞാൻ ഈ പറഞ്ഞല്ലോ, സത്യസന്ധത ഒട്ടും തന്നെ ഇല്ല. അപ്പൊ ഈ മൊത്തത്തിലുള്ള ഒരു മറ്റ് തലങ്ങളിലുള്ള ഒരു സത്യസന്ധതയെ പറ്റിയല്ല ഇവിടെ പറയുന്നത്. പക്ഷെ ഇവിടെ പറയുന്ന എന്താണ്, എന്റെ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ഒരു സത്യസന്ധത പോലും എനിക്കില്ല. സത്യം പറയാലോ, എനിക്ക് അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് അറിയില്ലായിരുന്നു. ഇന്നും പല മദ്യാസക്തരെയും നമ്മളുടെ എയിലേക്ക് വന്നിട്ടില്ലാത്ത പല സുഹൃത്തുക്കളെയും ഒക്കെ സമീപിക്കുമ്പോൾ, അപ്പൊ അവർക്ക് മെസ്സേജ് കൊടുക്കാനോ 12-ാം മണിയുടെ ഭാഗമായിട്ടൊക്കെ അവരെ സമീപിക്കുമ്പോഴത്തേക്ക് ഇന്നും അവരുടെ ആ മറുപടി കേൾക്കുമ്പോൾ ഉള്ളിന്റെ ഉള്ളിൽ ചിരി വരുമെങ്കിലും ഞാൻ എന്നെ തന്നെയാണ് കാണുന്നത്. കാര്യം ഞാനും അങ്ങനെ തന്നെ ആയിരുന്നു. കാര്യം എനിക്ക് നിങ്ങളെപ്പോലെ പ്രശ്നമില്ലെന്ന് ഉള്ള ആ പറച്ചില് അപ്പൊ ഇന്നും പല മദ്യാസക്തരും പറയുന്നു. അപ്പൊ ഒട്ടും സത്യസന്ധ ഇല്ലായ്മയാണ് അത് സത്യത്തിൽ. പക്ഷെ അത് അവർക്കറിയില്ല. ഇത് അവരുടെ സത്യസന്ധത ഇല്ലായ്മയാണെന്ന് അറിയില്ല. എന്ന് പറഞ്ഞ പോലെ തന്നെ എനിക്കും ഇത് അറിയില്ലായിരുന്നു. ഞാനൊരു മദ്യാസക്തനാണ് എന്നെനിക്ക് അറിയില്ലായിരുന്നു. ഇത് എനിക്കൊറ്റക്ക് പരിഹരിക്കാൻ സാധിക്കില്ല എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് ഇഷ്ടംപോലെ അനുഭവങ്ങളുണ്ട്. പക്ഷെ ആ അനുഭവങ്ങളിലൊന്നും ഇത് പഠിക്കാൻ സാധിച്ചിട്ടില്ല, മനസ്സിലാക്കാൻ സാധിച്ചിട്ടില്ല. കാര്യം മദ്യാസക്തൻ അങ്ങനെയാണ്. അത് പിന്നീടാണ് എനിക്ക് മനസ്സിലാകുന്നത്. തുടക്കത്തിൽ എനിക്കിത് മനസ്സിലായിട്ടേ ഇല്ല. ഞാനെങ്ങും ഒരു മദ്യാസക്തനല്ല എന്ന് മീറ്റിങ്ങിൽ വിളിച്ചു പറഞ്ഞ ആളാണ് ഞാൻ. ഫസ്റ്റ് മീറ്റിംഗ്, ഒന്നാമത്തെ മീറ്റിങ്ങില് ആദ്യമായിട്ട് മീറ്റിംഗ് സെന്ററിൽ വന്നെന്ന് ഞാൻ ഇതൊക്കെ ഇങ്ങനെ കേട്ടിരുന്നു. അപ്പൊ ഈ പറഞ്ഞ ഒട്ടും സത്യസന്ധതയില്ലാത്ത ആ ഒരു സ്വഭാവ രീതി ഞാൻ കേട്ടിരുന്നിട്ട് എനിക്കിതൊന്നും തൃപ്തിയായില്ല. കാര്യം ഇവിടെ കേട്ടതെല്ലാം എനിക്ക് ഉൾക്കൊള്ളാൻ പറ്റാത്ത കാര്യങ്ങൾ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ എന്ത് ചെയ്തു, ഈ പല ആൾക്കാരുടെയും ഷെയറിങ്ങിലുള്ള കടുത്ത അധാർമികമായിട്ടുള്ള പല പ്രശ്നങ്ങളും ജീവിതത്തിലെ പല കാര്യങ്ങളും ഒക്കെ കേട്ടപ്പോഴത്തേക്ക് ഞാൻ അങ്ങനെയൊന്നും ചെയ്തിട്ടില്ലല്ലോ. ഞാൻ ഈ പറയുന്ന പോലെ ചെയ്തിട്ടില്ല. ഞാൻ അച്ഛൻ്റെയോ അമ്മയുടെ നേരെയൊക്കെ ഒന്നും ബഹളം വെച്ചിട്ടില്ല, അവരുടെ നേരെയൊന്നും കൈവക്കിയിട്ടില്ല, അവരുടെ നേരെയൊന്നും ചേർന്നൊരു വാക്ക് പോലും ഞാൻ പറഞ്ഞിട്ടില്ല. അങ്ങനെ പറയാതിരുന്നതിന്റെ കാരണം ഇച്ചിരി താമസിച്ചാണ് കുടി തുടങ്ങിയത്. അച്ഛൻ്റെ കാലം കഴിഞ്ഞപ്പോഴാണ് സത്യത്തിൽ മദ്യപാനം തുടങ്ങിയത്.
അമ്മ ജീവിച്ചിരുന്ന സമയത്തൊക്കെ 1-2 പ്രാവശ്യം കുടിച്ചതായിട്ട് അമ്മയ്ക്ക് മനസ്സിലായിട്ടുണ്ട്. അതിന്റെ പേര് വലിയ വഴക്കൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നൊക്കെ ഈ വളരെ ഭയമുണ്ട്, നല്ല ഒരു ഭയത്തോടുകൂടിയൊക്കെ തന്നെയാണ് വീട്ടില്, നല്ല ഭയത്തോടും അനുസരണയോടുകൂടി എന്ന് പറയാനൊക്കെയല്ല, അവരുടെ മുമ്പിൽ അനുസരണ അഭിനയിക്കും, പുറത്തേക്ക് പോയാൽ കാണിക്കാത്ത കുഴപ്പങ്ങളൊന്നും തന്നെ ഇല്ല. പക്ഷെ എന്നാലും വീട്ടിലെ അന്തരീക്ഷം ആ ഒരു ഭയപ്പാടുള്ളതായിരുന്നു. ഇച്ചിരി അനുസരണയും ഭയപ്പാടിന്റെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് അച്ഛന്റെയും അമ്മയുടെയും കാലഘട്ടത്തിൽ ഞാൻ അമിതമായിട്ട് മദ്യപിച്ചു തുടങ്ങിയിട്ടില്ലായിരുന്നു, അല്ലെങ്കിൽ മദ്യപിച്ചിട്ടേ ഇല്ലായിരുന്നു തന്നെ വേണേൽ പറയാം. അപ്പൊ അതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവരുടെ നേരെ ഒന്നും ഞാൻ ബഹളം ഉണ്ടാക്കാതിരുന്നത്, അവരുടെ നേരെ പ്രശ്നം ഉണ്ടാക്കാതിരുന്നത്. അപ്പൊ എന്തായാലും ഈ പറയുന്ന കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല. അപ്പൊ അതുകൊണ്ട് ഞാനൊരു മദ്യാസക്തനല്ലല്ലോ എന്ന് ഞാൻ വിചാരിച്ചത്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ എൻ്റെ അടുത്ത് സംസാരിക്കാൻ എന്തെങ്കിലും ഉണ്ടോ എന്ന് വെച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഒന്നും സംസാരിക്കാനില്ല, ഞാനൊരു മദ്യാസക്തനല്ല, എനിക്ക് നിങ്ങളുടെ സഹായം ആവശ്യമില്ല, ടാറ്റ എന്ന് പറഞ്ഞ് ഇറങ്ങി ഞാൻ പോവുകയും ചെയ്തു. ഞാൻ ഇറങ്ങിപ്പോയെങ്കിലും ഇവിടെ മീറ്റിംഗിൽ സംഭവിക്കുന്നത് എന്താണെന്ന് അറിയണം എന്നുള്ളൊരു ഉത്കണ്ഠ. ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്? വളരെ ഭീകരന്മാരായിട്ടുള്ള കുടിയന്മാരൊക്കെ കുടി നിർത്തി വളരെ മാന്യമായിട്ട്, വളരെ വിനയത്തോടെ, വളരെ അനുസരണയോടെ എല്ലാവരും കേട്ടിരിക്കുന്നു, ഒരാൾ മാത്രം സംസാരിക്കുന്നു. ഇങ്ങനെ ഒരു മീറ്റിംഗ് ഒരിടത്തും ഞാൻ കണ്ടിട്ടില്ല. ഇതുപോലെ വളരെ ഇത്ര അച്ചടക്കത്തോടെയുള്ള ഒരു മീറ്റിംഗ് കണ്ടിട്ടില്ല. ഇത്രയും ഒരു ഡിസിപ്ലിൻ, ഇത്രയും കൃത്യനിഷ്ഠ ഉള്ളൊരു മീറ്റിംഗ് ഞാൻ കണ്ടിട്ടില്ല. എന്തായാലും ഇവിടെ എന്തായിരിക്കും സംഭവിക്കുന്നത്, എന്തായിരിക്കും സംഭവിച്ചിരിക്കുക ഇവരുടെ കാര്യത്തിൽ, ഇതെന്താണെന്നൊന്ന് വ്യക്തമായെന്നറിയണം. വീണ്ടും ഞാൻ സത്യത്തിൽ വന്നു. അത് വീണ്ടും വന്ന് വ്യക്തമായിട്ട് അറിയാനൊക്കെ ശ്രമിച്ചപ്പോഴത്തേക്കാണ് ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിലേക്ക് പതിയെ. അപ്പോഴും ഞാൻ ഈ പറഞ്ഞ സത്യസന്ധതയില്ല. കാര്യം എനിക്ക് കുടി നിർത്തണമെന്നില്ല, എനിക്ക് വലിയ പ്രശ്നങ്ങളില്ല. തീർച്ചയായിട്ടും ഈ പറഞ്ഞതുപോലെ ഇതെന്റെ സത്യസന്ധത ഇല്ലായ്മ ആയിരുന്നു എന്നൊക്കെ ഉള്ളത് ഇപ്പോഴാണ് തിരിച്ചറിയുന്നത്. 1-2 വർഷങ്ങൾക്ക് ശേഷമാണ് അത് തിരിച്ചറിയുന്നത്. കാരണം ഈ മദ്യത്തിന്റെ മുന്നിൽ ഞാൻ ശക്തിഹീനാണോ, ഞാൻ മദ്യാസക്തനാണോ, ഞാൻ അതിനെപ്പറ്റി സത്യസന്ധമായിട്ട് അന്വേഷിച്ചിട്ടുണ്ടോ? അപ്പൊ എന്തായാലും ഞാൻ ഈ പറഞ്ഞതുപോലെ എൻ്റെ സോറി. അപ്പൊ ഈ എൻ്റെ സത്യസന്ധത ഞാൻ അന്വേഷിച്ചിട്ടുണ്ടോ എൻ്റെ ആ മദ്യത്തിന്റെ മുന്നിലെ ശക്തിഹീനതയെ പറ്റി? എന്തായാലും ഈ പറയുന്ന പോലെ ഇത് അന്വേഷിക്കാൻ തുടങ്ങിയത് രോഗശമനത്തിന് ഈ പടികൾ അല്ലെങ്കിൽ പ്രോഗ്രാം ആവശ്യമാണ് എന്ന് കൂടെ പല ആൾക്കാരും പറയുന്നുണ്ട്. പക്ഷെ എനിക്ക് രോഗമുണ്ടോ? എൻ്റെ രോഗത്തെ പറ്റി എനിക്കറിയില്ല, അവിടെ എനിക്ക് നിഷേധമാണ്. എനിക്ക് രോഗമില്ല, രോഗം മറ്റുള്ളവർക്കൊക്കെ അല്ലേ. എനിക്കെന്താ രോഗം? എൻ്റെ പ്രശ്നം, ഞാൻ കുടിക്കുമായിരുന്നു, കുടി ഇപ്പൊ നിന്നുണ്ട്, കുടി ഇവിടെ വന്നപ്പോൾ നിന്നിട്ടുണ്ട്, കുടിയില്ല, ഇനിയിപ്പോ എന്താ പ്രശ്നം? ഇനി എന്താണ് ഈ പ്രശ്ന പരിഹാരത്തിന് അല്ലെങ്കിൽ രോഗശമനത്തിന് വേണ്ടിയുള്ള നടപടികൾ ഇനി എന്തിനാണ്? അപ്പൊ ഇതിന്റെ ഒന്നും ആവശ്യം എനിക്കില്ല എന്ന് ഞാൻ ചിന്തിച്ച്, ഞാൻ ഈ പറഞ്ഞ പോലെ മീറ്റിങ്ങിന് വരുന്നുണ്ട്, എന്തൊക്കെ ഷെയർ ചെയ്യുന്നുണ്ട്. അത് ഈ പറഞ്ഞ പോലെ ഞാൻ ഷെയർ ചെയ്യുന്നുണ്ട്. ഞാൻ പൊതുവെ ബാക്കിയുള്ളവരെ കേൾക്കുന്നില്ല, മറ്റുള്ളവരുടെ ഷെയറിങ് ഞാൻ ശ്രദ്ധിക്കുന്നില്ല. ഞാൻ എന്തെങ്കിലും പറയും, ഞാൻ ചിലപ്പോൾ മീറ്റിംഗ് തീർന്നതിന് മുമ്പ് പോകും, ഞാൻ വരുന്നത് മീറ്റിംഗ് തുടങ്ങിക്കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ എന്തായാലും പതിയെ എന്തോ അത്ഭുതങ്ങൾ എന്ന് പറയുന്നത്, ഒരു പഴമക്കാരനുമായിട്ടുള്ളൊരു സൗഹൃദം എന്ന് പറഞ്ഞാൽ അയാള് ഇങ്ങോട്ട് കയറി എന്നെ ഹെൽപ്പ് ചെയ്യാൻ തുടങ്ങി. വലിയ അത്ഭുതമായി പോയി, വലിയ ഭാഗ്യമായി പോയി. അയാളോടൊക്കെ വളരെയധികം പൊരുത്തക്കേടുകളും തർക്കവും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ പോലും അയാളുടെ കൂടെയുള്ള സംസാരങ്ങളും അയാളുടെ ഈ ഫിസിക്കലായിട്ടുള്ള ചില വിഷയാവതരണങ്ങളും ഒക്കെ കേൾക്കാൻ ഇടയായി. അതിനുള്ള ഭാഗ്യമൊക്കെ ഉണ്ടായി. അപ്പൊ അദ്ദേഹം ഈ പറയുന്ന കാര്യങ്ങൾ അവിശ്വസനീയമായിരുന്നു എനിക്ക്. കാര്യം ഇന്ന് മദ്യപിക്കാതിരിക്കുന്നതിൽ വളരെ ആനന്ദം അനുഭവിക്കുന്നു, വളരെ ആനന്ദകരമായിട്ട് ജീവിക്കാൻ സാധിക്കുന്നു. എനിക്കത് കേൾക്കുമ്പോഴത്തേക്ക് വെറുപ്പും ദേഷ്യവും ഉണ്ട്. കാര്യം മദ്യപിക്കാതെ വളരെ ബോറടിക്കുന്ന ഒരു ജീവിത രീതി ആണ് ആ സമയത്ത്. വളരെ ബോറടി, വളരെ മദ്യത്തിനോട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ്
നിൽക്കുന്നത്. ഒരു 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 രസവും സുഖവും ജീവിതത്തിന് ഇല്ലാത്തൊരു ഒരു അവസ്ഥ വരുമ്പോഴത്തേക്ക് ഈ പറഞ്ഞതെല്ലാം ഉണ്ടായിരുന്നു എന്നുള്ളതല്ല, ഈ പറഞ്ഞ പ്രശ്നങ്ങളെല്ലാം മറയ്ക്കാൻ പ്രശ്നങ്ങളെ മറികടക്കാൻ എന്ന് പറയാനൊക്കെയല്ല, പ്രശ്നങ്ങളിൽ നിന്ന് ഒളിച്ചോടാൻ മദ്യം നല്ലൊരു ഔഷധമായിരുന്നു. മദ്യം ഒരു നല്ല ലൂബ്രിക്കൻ്റ് ആയിരുന്നു എന്നെ സംബന്ധിച്ചിടത്തോളം. അപ്പം അത് മാറിയപ്പോഴത്തേക്ക് എൻ്റെ പ്രശ്നങ്ങൾ, എൻ്റെ നിരാശ, എൻ്റെ ദുഃഖം, എൻ്റെ പ്രശ്നങ്ങൾ, വളരെയധികം കുഴപ്പങ്ങളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ അതിനോടൊക്കെ സ്ട്രഗിൾ ചെയ്ത് നിൽക്കുക, എന്താണ് നാച്ചുറലായിട്ട് അങ്ങനെ നിൽക്കുക എന്നുള്ളത് വലിയ പ്രയാസകരമായിരുന്നു. ആ ഒരു അവസരത്തിലാണ് ജീവിതം വളരെ ആനന്ദകരമാണ്, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ 12 പടികൾ, 12ാം പടിയുടെ പ്രമേയം ആനന്ദമാണെന്നൊക്കെ അയാൾ പറയുന്നുണ്ട്. എന്തായാലും അയാളുമായിട്ട് കൂടുതൽ സൗഹൃദത്തിലായി, കൂടുതൽ ഞാൻ അതിനെപ്പറ്റി അന്വേഷിക്കാനൊക്കെ തയ്യാറായി. അപ്പൊ ഈ എന്താണ് പടികൾ, എന്തിനാണ് പടികൾ എന്നൊക്കെ ഉള്ളത് മനസ്സിലാക്കി വന്നപ്പോഴത്തേക്ക് വളരെ സാവധാനം തന്നെയാണ് മനസ്സിലായത് എനിക്ക് ഞാൻ ഈ പറഞ്ഞ സത്യസന്ധത. എന്തിനാണ് സത്യസന്ധത, എന്താണ് സത്യസന്ധത? അപ്പൊ ഇവിടെ എന്തിനാണ് ഈ സത്യസന്ധത? സത്യത്തില് എന്താണ്, ഞാൻ എല്ലാവരുടെയും മുമ്പിൽ, നിങ്ങളുടെയൊക്കെ മുമ്പിൽ ഹരിചന്ദ്രനാകണം, അടുത്ത സത്യസന്ധനാകണം, ജീവിതത്തിൽ ഒരിക്കലും കള്ളത്തരം ചെയ്തിട്ടില്ലാത്തവനോ നുണ പറയാത്തവനോ ഒക്കെ ആയിരിക്കണം എന്നുള്ള അർത്ഥത്തിലൊന്നുമല്ല. കാര്യം ഇന്നും പലപ്പോഴും നുണ പറയേണ്ടി വരുന്നുണ്ട്. പക്ഷെ ഇന്നത്തെ നുണയ്ക്ക് കടുത്ത സത്യസന്ധതയുണ്ട്. അതാണ് ശരി, അതാണ് അത്ഭുതം. ഇന്നൊരു നുണ പറയേണ്ടി വന്നാൽ അതിന് പോലും വളരെ കടുത്ത സത്യസന്ധതയുണ്ട്, അതിന് വളരെയധികം ധാർമ്മികതയുണ്ട്. അത് മറ്റു വ്യക്തികൾക്കോ സമൂഹത്തിനൊക്കെ വളരെ ആവശ്യമുള്ള ഒന്നായിരിക്കും. അപ്പൊ ഈ പറഞ്ഞ സത്യസന്ധതയെ പറ്റിയൊക്കെ വലിയ വലിയ സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മളെ കൂട്ടത്തിൽ ചില വക്കീലന്മാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനീ പറഞ്ഞില്ലേ, ഇത് എനിക്ക് കടുത്ത സംശയമുണ്ട്. ഇത് എങ്ങനെയാണ് സത്യസന്ധത, ഇവർക്കൊക്കെ എങ്ങനെ സത്യസന്ധനാകാൻ ഒക്കും, വക്കീലന്മാർക്ക് എങ്ങനെ സത്യസന്ധനാകാൻ ഒക്കും? അപ്പൊ ഞാനത് 1-2 വക്കീലന്മാരെടുത്ത് അങ്ങനെ ചോദിച്ച്, അപ്പൊ അവര് പറഞ്ഞു, വക്കീലന്മാര് സത്യസന്ധരല്ല, നുണ പറയുന്നവരാണെന്ന് പറയാനുള്ള കാരണം എന്താണ്? ഞാൻ പിന്നെ അതിങ്ങനെ പല കാര്യങ്ങളിലും കേസുകളിലൊക്കെ ജയിക്കണമെങ്കിൽ അപ്പൊ അതൊക്കെ വല്ല നാടകത്തിലോ സിനിമയിലോ ഒക്കെ കണ്ടിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ നിങ്ങൾക്ക് അതിന്റെ യാഥാർത്ഥ്യം അറിഞ്ഞുകൂടല്ലോ, നിങ്ങൾ സിനിമയിലൊക്കെ കണ്ടിട്ടുള്ള കാര്യമല്ല, അങ്ങനെയാണോ? പക്ഷെ അദ്ദേഹം പിന്നീട് അത് വിശദമായിട്ട് അതിനെപ്പറ്റി പറഞ്ഞു. നുണ പറയുന്നുണ്ടാകാം, ചിലപ്പോൾ വളരെയധികം നുണകൾ പറയുന്നുണ്ടാകാം. ആ ഒരു വക്കീലിന് പറയുന്ന നുണ ഈ പറഞ്ഞ പോലെ അദ്ദേഹത്തിന്റെ പ്രൊഫഷനോടുള്ള സത്യസന്ധതയാണ്, അയാളുടെ കക്ഷിയോടുള്ള അയാളുടെ കക്ഷികളോടുള്ള സത്യസന്ധതയാണ്. അപ്പൊ അതും സത്യസന്ധതയാണ്. അപ്പൊ അതുപോലെ ഒരു ഉദാഹരണം ഞാൻ പറഞ്ഞില്ലേ, ഇന്ന് പറയുന്ന നുണകൾക്ക് ആ ഒരു ധാർമ്മികതയുണ്ട്, സത്യസന്ധതയുണ്ടെന്ന് പറഞ്ഞു. അതായത് എൻ്റെ ഏതെങ്കിലും ഒരു ബന്ധുവിനോ സുഹൃത്തിനോ പരിചയക്കാരനോ ആരെങ്കിലും ഈ എന്തെങ്കിലും ഒരു അപകടത്തിൽപ്പെട്ടു, അതായത് ഒരു രോഗം വന്നു, എന്തെങ്കിലും അസുഖം വന്നു, പെട്ടെന്നുള്ള അസുഖം. അപ്പൊ അയാള് അധികം നാളിനി ജീവിച്ചിരിക്കാൻ സാധ്യതയില്ലെന്നൊക്കെ ഡോക്ടർമാരും ഒക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ അയാൾക്കിത് അറിയില്ല. അയാളുടെ മരണം അടുത്തോണ്ടിരിക്കുക എന്നുള്ളത് അയാൾക്ക് മനസ്സിലാകുന്നില്ല. അല്ലാതെ ഇത്ര മണിക്കൂറിനോ അല്ലെങ്കിൽ ഇത്ര ദിവസത്തിനകം എന്ന് ഡോക്ടർ പറഞ്ഞിരിക്കുന്നതൊന്നും രോഗിക്ക് അറിഞ്ഞൂടെ, രോഗിയുടെ ആരും പറയുകയില്ല. പക്ഷെ എങ്കിലും അസുഖത്തിന്റെ രീതിയും ഡോക്ടർമാരുടെയും ബന്ധുക്കളുടെയും ഒക്കെ ഉത്കണ്ഠയും പെരുമാറ്റമൊക്കെ കാണുമ്പോൾ അയാൾക്ക് നേരിയ ഉത്കണ്ഠയും സംശയമൊക്കെ തോന്നാം. അപ്പൊ അങ്ങനെയുള്ള ഒരു സുഹൃത്ത് അല്ലെ ഒരു ബന്ധു എൻ്റെ അടുത്ത് അതിനെപ്പറ്റി ചോദിച്ചാൽ ഞാൻ പറയും, ഒരു പ്രശ്നവുമില്ല, നിങ്ങളുടെ രോഗം മാറും, നിങ്ങൾക്ക് 3-4 ദിവസത്തിനകം വീട്ടിൽ പോകാൻ സാധിച്ചേക്കും. ഇതുപോലൊരു പ്രശ്നം വന്ന എൻ്റെ ഒരു നൈബറിനെ, അയാൾക്ക് ഈ പറഞ്ഞ പോലെ ഒരാഴ്ച കൊണ്ട് അയാൾ എഴുന്നേറ്റ് ഓടി നടന്നു. അപ്പൊ അതുകൊണ്ട് നിങ്ങളുടെ പ്രശ്നം മാറും, സംശയം വേണ്ട എന്ന് പറഞ്ഞാൽ ഞാൻ കടുത്ത നുണയാണ് പറയുന്നത്. പക്ഷെ ആ നുണയ്ക്ക് വളരെയധികം ധാർമ്മികതയും വളരെയധികം സത്യസന്ധതയും ഉണ്ടെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ പല സ്ഥലങ്ങളിലുമൊക്കെ നുണ പറയേണ്ടി വരും. അപ്പൊ ഇവിടെ നമ്മൾ പറയുന്ന ഹോണസ്റ്റി, ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്നത് ഈ പറഞ്ഞ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടുള്ള ആത്മാർത്ഥത, സത്യസന്ധത. അപ്പൊ ഞാനൊരു മദ്യാസക്തനല്ല എന്ന് ഞാൻ പറഞ്ഞത് എത്ര വലിയ നുണയായിരുന്നു, എനിക്ക് അറിയില്ലായിരുന്നു സത്യത്തിൽ ഞാൻ പറഞ്ഞ നുണയെന്നുള്ളത്. അതുപോലെ തന്നെ ഈ മദ്യപാനത്തിന്റെ കാര്യത്തിൽ എന്നെ ഉപദേശിച്ചിട്ടുള്ള സുഹൃത്തുക്കളുടെയൊക്കെ ഞാൻ പറഞ്ഞത്, എനിക്ക് അത്ര വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, എനിക്ക് എൻ്റെ വീട്ടിലെ എല്ലാ പ്രശ്നങ്ങളും ഒക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ മദ്യപിക്കുന്നത്. ഷാപ്പിൽ നിന്ന് വീട്ടിലേക്ക് പോകാറില്ല, ഷാപ്പിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാറില്ല,
രാവിലെ തുറക്കുന്നതിന് മുമ്പ് അവിടെ ചെന്നാൽ രാത്രി ചിലപ്പോൾ അവരടയ്ക്കാൻ നേരത്ത് കാല് പിടിച്ചുന്തി പുറത്തിറക്കി കഴിയുമ്പോഴത്തേക്കാണ് പോരുന്നത്. ഞാൻ വീട്ടിലെ എല്ലാ കാര്യവും കഴിഞ്ഞിട്ടാ ചെല്ലുന്നതാണ് ഞാൻ പറയുന്നത്. എന്ത് വലിയ നുണയായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞില്ലേ ഇതിനെപ്പറ്റി അതൊക്കെ നുണയാണെന്ന് അറിയാമെങ്കിലും ഈ സത്യസന്ധതയെ പറ്റി എനിക്ക് ഇത്ര വലിയ ഗുരുതരമായിട്ടുള്ള പ്രശ്നമുണ്ടെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനെതിരെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്ന ഒരു സത്യസന്ധത ഇല്ലായ്മ, എനിക്ക് നിങ്ങളെപ്പോലുള്ള കുഴപ്പമില്ല എന്ന് പറയുന്ന ആ സത്യസന്ധത ഇല്ലായ്മ. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ വന്നപ്പോഴത്തേക്ക് മറ്റുള്ളവരെ പോലെയുള്ള പ്രശ്നങ്ങൾ എനിക്കില്ല. മദ്യപിച്ചിട്ട് കാണിച്ച പല കുഴപ്പങ്ങളും, അവരുടെ അധാർമികമായിട്ടുള്ള ജീവിതങ്ങൾ എനിക്കങ്ങനെ ഇല്ല, ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല എന്നൊക്കെ പറയുമ്പോൾ അത് കടുത്ത നുണ തന്നെ ആയിരുന്നു സത്യത്തിൽ. അവർ ചെയ്ത അതേ കാര്യം ഞാൻ ചെയ്തിട്ടില്ല എന്നുള്ളതേ ഉള്ളൂ. അതിനേക്കാളും അധാർമികമായിട്ടുള്ള പല 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 പ്രവൃത്തികളും എന്നിൽ നിന്നുണ്ടായിട്ടുണ്ട്. അത് ഈ പറഞ്ഞ പോലെ പിന്നീട് ഞാൻ സത്യസന്ധനാകാൻ തയ്യാറായപ്പോൾ, അല്ലെങ്കിൽ ഞാൻ എന്താണ് ഓട്ടോമാറ്റിക് തന്നെ ഞാൻ സത്യസന്ധനായി തുടങ്ങിയപ്പോൾ, അല്ലെങ്കിൽ സത്യസന്ധനായി തീർന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് കാര്യം അത്ഭുതകരമാണ്. പ്രോഗ്രാം സത്യസന്ധനാക്കും. എൻ്റെ പ്രശ്നങ്ങളെ പരിഹരിക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ സത്യസന്ധനായേ പറ്റൂ. അപ്പൊ ഇവിടെ എന്താണ് ഒരാഴ്ച മുമ്പ് പറഞ്ഞ തുറന്ന് ഷെയർ ചെയ്യാം, ഒളിച്ചു വെക്കേണ്ട കാര്യമില്ല. അപ്പൊ എനിക്ക് ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെങ്കിൽ എനിക്ക് ആരോടെങ്കിലും ഒക്കെ തുറന്ന് സംസാരിക്കേണ്ടതുണ്ട്. സത്യസന്ധമായിട്ട് എനിക്ക് എൻ്റെ പ്രശ്നങ്ങളെ മനസ്സിലാക്കുകയും പഠിക്കുകയും അത് അവരോട് ആരോടെങ്കിലും ഒക്കെ പറയേണ്ടതുമുണ്ട്. അപ്പൊ ഒരു മദ്യാസക്തനെ സംബന്ധിച്ച് എത്ര വലിയ വിഡ്ഢിയാണ്, എന്നെ സംബന്ധിച്ച് മറ്റുള്ളവരുടെ കാര്യമല്ല, എത്ര വലിയ വിഡ്ഢിയാണ് ഈ പറയുന്ന എൻ്റെ ശക്തിഹീനത, മദ്യത്തിനു മുമ്പിലുള്ള എൻ്റെ ശക്തിഹീനത, എൻ്റെ അനിയന്ത്രിതമായി പോയ ജീവിതം, ഇതിനെപ്പറ്റി പോലും എനിക്ക് യാതൊരുവിധ അറിവുമില്ലായിരുന്നു എന്നുള്ള വിഡ്ഢിത്തം. ഇത്ര വലിയ വിഡ്ഢിയായി പോയത് എന്താണെന്ന് പലപ്പോഴും ആലോചിച്ചു. എന്തായാലും ആ ആലോചനയ്ക്കൊക്കെ 4ാമത്തെ പടിയിലൊക്കെ മറുപടി ഉണ്ട് കൃത്യമായിട്ട്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ഹോണസ്റ്റി എന്ന് പറയുമ്പോഴത്തേക്ക് ശരിക്കും ഞാൻ ഈ ഒന്നാമത്തെ പടി തന്നെയാണ് ഞാൻ ഓർക്കുന്നത്. തീർച്ചയായിട്ടും ഒന്നാമത്തെ പടിയിലൂടെ തന്നെയാണ് ആ ഒരു സത്യസന്ധൻ ആയത്. അതായത് എൻ്റെ പ്രശ്നം സത്യസന്ധമായിട്ട് ഞാൻ മനസ്സിലാക്കുകയും അതിനെ പരിഹരിച്ചു തുടങ്ങുകയും ചെയ്തത് ഒന്നാമത്തെ പടിയിലൂടെയാണ്. അത് ഞാനീ പറഞ്ഞില്ലേ, ഇപ്പൊ ഞാൻ ഇതിനെപ്പറ്റി വലിയ കാര്യമായിട്ടൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും അതിലേക്കൊന്ന് എത്തിച്ചേരാൻ പെട്ട പാട് വളരെ ബുദ്ധിമുട്ടുള്ളതായിരുന്നു, വളരെ ദുഃഖകരമായിരുന്നു എന്നുള്ളതാണ്. ഈ ഒരു സമ്പൂർണ്ണ പരാജയം സമ്മതിക്കുക. കാര്യം ഇത് കേവലം സമ്മതിച്ചാൽ പോരാ. സത്യത്തിൽ ഇത് കേവലം സമ്മതിച്ചത് കൊണ്ട് ഇത് പ്രവർത്തിച്ചു തുടങ്ങും എന്നെനിക്ക് തോന്നുന്നില്ല. കാര്യം കേവലം ഞാൻ സമ്മതിച്ചു തുടങ്ങിയ ആളാണ് ആദ്യം. ഞാൻ പറഞ്ഞല്ലോ, ഞാനൊരു മദ്യാസക്തനല്ലെന്ന് മീറ്റിങ്ങിൽ വിളിച്ചു പറഞ്ഞ ഞാൻ തുടർന്നും അതിനെ ആവർത്തിച്ചു. ഞാൻ മദ്യാസക്തനല്ല, ഞാൻ നിങ്ങളത്രയും മദ്യാസക്തനല്ല. പിന്നെ ഒന്നും പറയാതെയായി. ഞാൻ എൻ്റെ പേര് മാത്രം പറയും, ഞാനൊരു മദ്യാസക്തനാണെന്ന് പറയുകയില്ല. പക്ഷെ പല ആൾക്കാർക്കും അതൃപ്തിയും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ട്. ബാക്കിയുള്ള എല്ലാവരും മദ്യാസക്തനാണെന്ന് പറയുമ്പോഴത്തേക്ക് അവർക്ക് അവരുടെ ഒരു സന്തോഷത്തിന് വേണ്ടി ഞാനും പറയാൻ തുടങ്ങി ഞാനൊരു മദ്യാസക്തനാണെന്ന്. പക്ഷേ വ്യക്തമായിട്ട് ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ പ്രശ്നങ്ങളെ, അതായത് ഈ പറഞ്ഞ മദ്യത്തിൻ്റെ മുന്നിലുള്ള ശക്തിഹീനതയും എൻ്റെ അനിയന്ത്രിതമായ ജീവിതത്തിൻ്റെ കണക്കെടുപ്പുമൊക്കെ വ്യക്തമായിട്ട് ഞാൻ മനസ്സിലാക്കിയപ്പോഴാണ് ഞാൻ മദ്യത്തിന് മുന്നിൽ ശക്തിഹീനാണ്, ഞാനൊരു മദ്യാസക്തനാണെന്നുള്ള യാഥാർത്ഥ്യത്തെ, ആ സത്യസന്ധമായ കാര്യത്തെ ഞാൻ തിരിച്ചറിഞ്ഞത്. അപ്പോൾ എന്തായാലും ആ ഒരു അറിവെന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു വ്യക്തമായിട്ടുള്ള ആ ഒരു യാഥാർത്ഥ്യത്തെ കണ്ടെത്തൽ, ആ ഒരു കണ്ടെത്തൽ തന്നെയാണ് ഈ രണ്ടാമത്തെ സ്റ്റെപ്പ്, രണ്ടാമത്തെ പടി. ഞാനീ പറഞ്ഞ ഈ ഹോണസ്റ്റി, ഓപ്പൺ മൈൻഡ്, വില്ലിങ്നെസ്, ഇത് മൂന്നിനെ ഞാൻ 1, 2, 3 പടികളായിട്ട് തന്നെയാണ് സത്യത്തിൽ കാണുന്നത്. ഈ പറഞ്ഞ ആ ഒരു സത്യസന്ധമായ എൻ്റെ ആ യാഥാർത്ഥ്യത്തെ മനസ്സിലാക്കൽ, അംഗീകരിക്കൽ, തീർച്ചയായിട്ടും ഞാൻ ശക്തിഹീനനാണ്, അനിയന്ത്രിതമായി പോയ എൻ്റെ ജീവിതം. അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് ഒരു സഹായം ആവശ്യമുണ്ട്. എന്നേക്കാൾ വലിയ ശക്തിയുടെ സഹായം ആവശ്യമുണ്ട്. എനിക്ക് മറ്റുള്ളവരുടെ സഹായം ആവശ്യമുണ്ടെന്ന് തോന്നി തുടങ്ങിയത്, അതിൻ്റെ ആവശ്യകത വ്യക്തമായിട്ട് മനസ്സിലായത് ആ 1ാം പടിയുടെ തന്നെ
മനസ്സിലാക്കൽ ഞാൻ പറഞ്ഞില്ല, ആ ഒരു ദുഃഖം, ആ ഒരു പരാജയത്തിന്റെ ആ പരാജയത്തിന്റെ നാണക്കേട്, തോൽക്കാൻ തയ്യാറില്ല, ഞാൻ തോറ്റു, ഞാൻ മഹാപരാജയമാണ്, ഞാൻ മഹാവിഡ്ഢിയാണ്, ഭൂലോക തോൽവിയാണ് എന്നുള്ള ആ തിരിച്ചറിവ് വളരെയധികം തളർത്തിക്കളഞ്ഞു. ആ ഒരു അവസ്ഥയിൽ തീർച്ചയായിട്ടും സഹായം ആവശ്യമാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾക്കൊക്കെ ഈ ഒന്നാം പടി അത് മനസ്സിലാക്കിയില്ലായിരുന്നെങ്കിൽ, ഒന്നാം പടി ആ ഒരു ഗൗരവത്തോടെ എനിക്ക് ചെയ്യാൻ സാധിച്ചില്ലായിരുന്നെങ്കിൽ, അതിന് ദൈവം അനുഗ്രഹിച്ചില്ലായിരുന്നുവെങ്കിൽ, കാര്യം ഒരു നല്ലൊരു സ്പോൺസർ, ആ സ്പോൺസറുടെ സഹായം കൊണ്ടൊക്കെ തന്നെയാണ് അത് മനസ്സിലാക്കാൻ സാധിച്ചത്. പക്ഷെ പിന്നീട് കാര്യങ്ങൾ ഈ നമ്മൾ 5-ാമത്തെ അധ്യായത്തിന്റെ തുടക്കത്തിൽ പറയുന്നത് പോലെ തന്നെ പിന്നീടുള്ള കാര്യം ലളിതമാണ്. ഈ ലളിതമായ പരിപാടി തന്നെയാണ്. കാര്യം ഈ ഒരു ആ ശക്തിഹീനതയുടെയും ആ നശീകരണ മദ്യപാനത്തിന്റെ ദൗർബല്യവും ഒക്കെ വ്യക്തമായി സത്യസന്ധതയോടെ തിരിച്ചറിയുന്ന ഒരുവനെ സംബന്ധിച്ച് സഹായം ആവശ്യമുണ്ട്. ആ സഹായത്തിലേക്ക് കിടക്കാൻ വലിയ ബുദ്ധിമുട്ട് വരികയില്ല എന്നുള്ളതാണ് എൻ്റെ അനുഭവത്തിൽ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത്. കാര്യം ഞാൻ ആദ്യം ഈ പറയുന്ന ഒന്നാം പടി അല്ലെങ്കിൽ ഈ പടികൾ പ്രോഗ്രാമിലേക്ക് ശ്രദ്ധിക്കുന്നതിന് മുമ്പുള്ള മാസങ്ങളോളം വളരെയധികം വെറുപ്പോടെ, വളരെയധികം വിമർശനം തന്നെ ഞാൻ അഴിച്ചുവിട്ടിട്ടുണ്ട് ഈ ആൽക്കഹോളിക്സ് അനോണിമസിൽ പറയുന്ന പല കാര്യങ്ങളിലും. അതായത് സൂത്രശാലിയും ചിന്താക്കുഴപ്പമുണ്ടാക്കുന്നവനും അതിശക്തനുമായ മദ്യം നമുക്ക് താങ്ങാനാവാത്തതാണത്. പക്ഷെ സർവ്വവിധ ശക്തിയുമുള്ള ഒന്നുണ്ട്, അതാണ് ദൈവം. നിങ്ങളിപ്പോൾ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ അറിയാതെ പൊട്ടിച്ചിരിച്ചു പോയാളാണ് ഞാൻ. എന്തൊരു അസംബന്ധമാണ് പറയുന്നത്, എന്ത് വിട്ടിത്തര ഇവിടെ പറയണത്. ഇത് വെറുതെ പണിമുടക്ക്, ആവശ്യമില്ലാത്ത ഈ പോഴന്മാരുടെ ഇടക്കോട്ടാണല്ലോ ഞാൻ വന്നിരുന്നത്. ഇതെന്ത് സംഭവിച്ച ആൾക്കാരാണ്, തലയ്ക്ക് എന്ത് സംഭവിച്ച ആൾക്കാരാണ്, വളരെ അശാസ്ത്രീയമായിട്ടുള്ള കാര്യങ്ങളല്ലേ പറയുന്നത്. കാര്യം ഈ പറഞ്ഞ പ്രസ്താവനയിൽ ആദ്യത്തെ 2 ഭാഗം ഓക്കെ, ശരിയാണ്. മദ്യം സൂത്രശാലിയാണ്, ചിന്താക്കുഴപ്പം ഉണ്ടാക്കുന്നവനാണ്. പക്ഷെ അത് കഴിഞ്ഞിട്ട് പറയുന്ന സർവ്വവിധ ശക്തിയുമുള്ളതുകൊണ്ട് അതാണ് ദൈവം, നിങ്ങളിപ്പോൾ അവനെ കണ്ടെത്താൻ ഇടവരട്ടെ. അതിന് ഈ കുടിയന്മാരുടെ ഇടക്കൊന്ന് ഞാൻ ഇരിക്കണമായിരുന്നു. അതിന് വന്ന് ഈ പറഞ്ഞ ബോറടിപ്പിക്കുന്ന ഷെയറിങ്ങുകളും പ്രസംഗങ്ങളും ഒക്കെ ഞാൻ കേൾക്കണമായിരുന്നു. എൻ്റെ ഇപ്പോഴത്തെ ചിന്താഗതിയല്ല കേട്ടോ, ഞാൻ തുടക്കത്തിലുള്ള കാര്യമാണ് പറയുന്നത്. അപ്പൊ ഇവരൊക്കെ മഹാവിഡ്ഢികളാണ്. ഇതെന്താണ് പറയുന്നത്? ആരാണ് ഇത്? ദൈവം ഇതെങ്ങനെ വന്ന് ഈ വക കാര്യങ്ങളിൽ ഇടപെടും? ആരാണ് ദൈവം? എന്താണ് ദൈവം? കാര്യം ഇതൊക്കെ പണ്ട് വളരെയധികം എനിക്ക് ഉണ്ടായിരുന്നു. വിശ്വാസം നഷ്ടപ്പെട്ട കൂട്ടത്തിലൊരു വ്യക്തിയാണ് ഞാൻ. കാര്യം ഞാൻ ആഗ്രഹിച്ച ഒന്നും തരാത്ത ആ ദൈവത്തിനൊന്നും തരാൻ സാധിക്കുകയില്ല. ദൈവത്തിനൊരു ചുക്കും ചെയ്യാൻ സാധിക്കുകയില്ല എന്നുള്ള കാര്യം ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചറിഞ്ഞു വന്നിരിക്കുമ്പോഴത്തേക്ക്, ഇവിടെ വന്നിരിക്കുമ്പോൾ വീണ്ടും ഇവര് പറയുന്നത് ഇത് ദൈവത്തിനെ കൊണ്ട് മാത്രമേ സാധിക്കുള്ളൂ. അപ്പൊ ഇത് നടപ്പുള്ള കാര്യമല്ല, ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല. ഇവരെന്തായാലും എന്തെങ്കിലുമൊക്കെ വിഡ്ഢിത്തരങ്ങൾ പറഞ്ഞോട്ടെ. എന്തായാലും അവരുമായിട്ടുള്ള ഒരു പരസ്യമായിട്ടുള്ള ബഹളത്തിനും വാഗ്വാദത്തിനൊന്നും ഞാനില്ല. പക്ഷെ ഞാൻ ഈ പറഞ്ഞ ഈ കാര്യങ്ങൾ ഇതിനെയൊന്നും ഞാൻ അന്വേഷിക്കാൻ തയ്യാറാകാതിരുന്ന എന്തുകൊണ്ടാണ്? അപ്പൊ ആ ഒരു ഓപ്പൺ മൈൻഡ്നെസ് അതില്ലാതിരുന്നതും ഈ പറഞ്ഞ ആ അറിവില്ലായ്മ തന്നെയാണ്. അറിവില്ലായ്മ, പ്രത്യേകിച്ച് അന്വേഷണത്തിന് അതീതമായിട്ടുള്ളൊരു അവജ്ഞ എന്ന് പറയാം. പക്ഷെ അത് ഇന്ന് ഞാൻ പഠിച്ചതാണ്, അന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. കാര്യം എൻ്റെ അന്വേഷണത്തിൽ ഇല്ലാത്ത ഒന്നിനെ പറ്റിയൊക്കെ ഇവിടെ പറയണത്, അശാസ്ത്രീയമായിട്ടുള്ള കാര്യത്തെ പറ്റിയാണ് പറയുന്നത്. അപ്പോൾ എൻ്റെ അന്വേഷണത്തിലും എൻ്റെ കണ്ടെത്തലും എൻ്റെ വിമർശനത്തിലും ഒക്കെ അങ്ങനെ തന്നെയാണ്. കാര്യം ഈ കാര്യങ്ങൾക്കെതിരെ മനസ്സ് തുറക്കാൻ എനിക്ക് സാധിച്ചില്ല, ചിന്തിക്കാൻ സാധിച്ചില്ല. എന്തായാലും ദശലക്ഷക്കണക്കിന് ആൾക്കാർ, 2 ദശലക്ഷം ആൾക്കാർ വളരെ ആക്റ്റീവായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സുബോധത്തിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുമ്പോഴത്തേക്ക് ഇത് 1997 ആ ഒരു ഗണേഷ്മാരി പ്രകാരമാണ് ഈ 2 ദശലക്ഷത്തിലധികം ആൾക്കാർ മദ്യത്തിൽ നിന്ന് മുക്തരായി ആക്റ്റീവായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിലൂടെ സഞ്ചരിക്കുന്നു എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് ഈ പറഞ്ഞ 10-30 വർഷമായില്ല, 29 വർഷത്തോളം കഴിഞ്ഞു ആ കണക്ക് പറഞ്ഞു കഴിഞ്ഞിട്ട്. ആ 29 വർഷം എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ വന്നിട്ട് കഷ്ടിച്ച് 7 വർഷമായുള്ളൂ. ഈ പറയുന്ന ആ കാലയളവിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഗ്രോത്ത്, ആ റേഷ്യോ അനുസരിച്ച് ഇന്ന് ദശലക്ഷം അല്ല ശതലക്ഷക്കണക്കിന് ആൾക്കാർ സോബറായി പോയിട്ടുണ്ടാകണം.
അപ്പൊ അങ്ങനെയുള്ള ഒരു ഫെലോഷിപ്പ്, അതിന്റെ സഹസ്ഥാപകര് പറയുന്ന കാര്യം അല്ല, ആ ഫെലോഷിപ്പിന്റെ അടിസ്ഥാന ഗ്രന്ഥങ്ങളും ഈ ഫെലോഷിപ്പും പറയുന്ന കാര്യങ്ങളെ അശാസ്ത്രീയമാണെന്ന് പറഞ്ഞ് വളരെ പുച്ഛത്തോടെ തള്ളിക്കളഞ്ഞ ആ ഒരു അടഞ്ഞ മനസ്സ്, അത് ഈ പറയുന്നത് സ്വാഭാവികമാണ്. കാര്യം ഒരു മദ്യാസക്തന്റെ അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിൽ എനിക്കത് മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ മനസ്സ് അടഞ്ഞു പോയതാണ്. എന്തായാലും ഇത് ഞാൻ ഈ പറഞ്ഞ ആ ഒരു സത്യസന്ധത, ഈ ഒന്നാം പടിയിലൂടെ ആർജിച്ച ആ ഒരു സത്യസന്ധത കൊണ്ട് തന്നെ ആണ് അതിന്റെ ആവശ്യകത എനിക്ക് മനസ്സിലായത്. ഈ പറഞ്ഞ എന്താണ് ഇവര് പറയുന്ന ദൈവം എന്താണ്? എന്തായാലും ഈ പറയുന്ന ആൾക്കാരൊന്നും നിസ്സാരക്കാരല്ലല്ലോ. ഇവർക്ക് പ്രയോജനപ്പെട്ട കാര്യമല്ല പറയുന്നത്. എന്താണ് ദൈവം എന്നുള്ള പദം കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? തീർച്ചയായിട്ടും അന്വേഷിക്കാൻ തയ്യാറായി ഈ പറഞ്ഞ പോലെ മനസ്സ് തുറക്കാൻ, ആ ഒരു ഓപ്പൺ മൈൻഡ്, അന്വേഷിക്കാനും മറ്റുള്ളവരെ അംഗീകരിക്കാനും ഒക്കെ തുടങ്ങി. കാര്യം ഞാൻ വിചാരിച്ചിരുന്നത് ഇവരൊക്കെ പറയുന്ന വിട്ടിത്തരം, ഇവര് പറയുന്ന കേൾക്കണം, അയാൾ പറയുന്ന കേൾക്കേണ്ട കാര്യമുണ്ടോ? പക്ഷെ എന്തായാലും അത് വലിയൊരു അത്ഭുതകരമായിട്ടൊരു മാറ്റം തന്നെയായിരുന്നു. ആ ഒരു മനസ്സ് തുറന്നു തുടങ്ങി, അല്ലെങ്കിൽ ആ ഒരു ഓപ്പൺ മൈൻഡിലേക്ക് വന്നത്. കാര്യം എനിക്ക് ഈ പറഞ്ഞ പ്രശ്നം, ഒന്നാം പടിയിലെ എൻ്റെ ഈ പ്രശ്നം എനിക്ക് പരിഹരിക്കേണ്ടതുണ്ട്. എൻ്റെ എൻ്റെ മദ്യത്തിന് മുന്നിലുള്ള ശക്തിഹീനത, എൻ്റെ ജീവിതത്തിന്റെ മുന്നിലുള്ള അനിയന്ത്രിതാവസ്ഥ, അപ്പൊ ഈ ഒരു സമ്പൂർണ്ണ പരാജയം, സമ്പൂർണ്ണ പാപ്പരത്വം. അപ്പൊ അതിൽ നിന്ന് എന്തായാലും കരകയറാൻ ഇവിടെ മാർഗമുണ്ട് എന്നൊക്കെ മനസ്സിലായി പറയുന്നുണ്ട്. തീർച്ചയായിട്ടും ഈ പറഞ്ഞ ദൈവം എന്നുള്ള സങ്കീർണമായിട്ടുള്ള പ്രശ്നങ്ങളിലേക്കൊന്നും എനിക്ക് എത്തിപ്പെടാൻ സാധിക്കില്ല. ഇന്നും മനസ്സിലാക്കാൻ പറ്റാത്ത ദൈവമാണ്. ഇന്നും എന്നെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ മനസ്സിലാക്കുന്ന, അല്ലെങ്കിൽ നമ്മൾ മനസ്സിലാക്കുന്ന ദൈവം എന്ന് പറയുമ്പോഴത്തേക്ക് എനിക്ക് മനസ്സിലാക്കാൻ പറ്റാത്തതായിട്ടുള്ള ആ ഒരു ദൈവം. പക്ഷെ എനിക്കതിനെ എങ്ങനെ എടുക്കാൻ സാധിക്കുന്നു, എനിക്കതിനെ എങ്ങനെ എന്നിൽ പ്രവർത്തിപ്പിക്കാൻ സാധിക്കുന്നു എന്നുള്ള രീതിയിലാണ് അതിനെ ഞാൻ എടുക്കുന്നത്. അത് വേറൊരാളോട് എനിക്ക് പറഞ്ഞു കൊടുക്കാൻ അറിഞ്ഞുകൂടാ. എനിക്ക് അതിനെപ്പറ്റി പറയാനറിയാമായിരിക്കും, പക്ഷെ അത് വേറൊരാൾ എങ്ങനെ എടുക്കും എന്നൊന്നും എനിക്ക് അതിനെപ്പറ്റി അറിഞ്ഞുകൂടാ. അപ്പൊ എന്തായാലും ഞാൻ ആ ദൈവം എന്നുള്ളൊരു സംഗതിയിലേക്കൊന്നും പെട്ടെന്ന് പോകാൻ ഞാൻ തയ്യാറല്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, അംഗീകരിക്കാനും മനസ്സിലാക്കാനും പറ്റാത്ത ഒരു സംഗതി. പക്ഷെ ഇന്നെന്തായാലും അത് വ്യക്തമായിട്ട് എനിക്ക് അനുഭവപ്പെടുന്നുണ്ട്, ഞാൻ മനസ്സിലാക്കുന്നുണ്ട്, ഞാൻ അറിയുന്നുണ്ട്, കാണുന്നുണ്ട്. ഇന്ന് ഞാനത് പറഞ്ഞില്ല, അത് എൻ്റെതായിട്ടുള്ള ഒരു രീതിയിൽ ആണ് ഞാൻ അതിനെ എടുക്കുന്നത്. പക്ഷെ ഈ തുടക്കം ഈ പറഞ്ഞതുപോലെ ഞാൻ ശക്തിഹീനനാണ്, ഞാൻ ഇത്രയ്ക്ക് ദുർബലനാണ്, വളരെ ദയനീയമായിട്ടുള്ള അവസ്ഥയിലുള്ള ഒരാളാണ്. ഈ പ്രശ്നം പരിഹരിച്ചു പോയ ആരുടെയെങ്കിലുമൊക്കെ, ഈ പ്രശ്നങ്ങളെ മറികടന്നു പോയ ആരുടെയെങ്കിലും ഒക്കെ സഹായിക്ക് വേണം. അങ്ങനെയുള്ളവരാണല്ലോ ഇവിടെ ഉള്ളത്. എനിക്ക് മുന്നേ ഇവിടെ വന്നിട്ടുള്ളവരൊക്കെ, എനിക്ക് മുന്നേ സഞ്ചരിക്കുന്നവരൊക്കെ ഈ പറഞ്ഞ കാര്യത്തിൽ എന്നേക്കാൾ വലിയ ശക്തിയാണ്. ആൽക്കഹോളിക്സ് അനോണിമസ് എന്നേക്കാൾ വലിയ ശക്തിയാണ്. ആദ്യം തന്നെ ഞാൻ അതിനെപ്പറ്റി മനസ്സിലാക്കിയത്, ആദ്യം എൻ്റെ മനസ്സിലാക്കൽ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ മീറ്റിംഗ് സെന്റർ, ഞാൻ ആദ്യമായിട്ട് വന്നിരുന്ന മീറ്റിംഗ് സെന്റർ, എൻ്റെ ആദ്യത്തെ ഗ്രൂപ്പ് എന്നേക്കാൾ വലിയ ശക്തിയാണ്. ആ ഒരു മീറ്റിംഗ് സെന്റർ എന്നേക്കാൾ വലിയ ശക്തിയാണ്. ആ മീറ്റിംഗ് സെന്ററിൽ വന്നിരുന്നതിന് ശേഷം ഞാൻ കുടിച്ചിട്ടില്ല. ഈ പറയുന്ന തരത്തിലുള്ള തുടക്കത്തിൽ കുറെ ധിക്കാരങ്ങൾ ഉണ്ടായിരുന്നു. അത്ഭുതകരമായിട്ട് അതിൽ നിന്ന് രക്ഷപ്പെട്ടു. പക്ഷെ ഈ പറയുന്ന സമയത്ത് ഞാൻ കുടിച്ചില്ല, ഞാൻ വീണ്ടും കുടിച്ചില്ല എന്നുള്ളതാണ്. അത് ഇവിടെ വന്നിരുന്ന അന്നു മുതലാണ് എനിക്ക് സാധിച്ചത്. തുടക്കത്തിലൊക്കെ ഇത് എൻ്റെ ശക്തി കൊണ്ടാണ് സാധിച്ചതെന്നാണ് ഞാൻ വിചാരിച്ചിരുന്നത്. പക്ഷെ ആ മീറ്റിംഗ് സെന്ററിൽ വന്നിരിക്കുന്നതിന് മുമ്പ് ഒരിക്കലും ഞാൻ ഈ പറഞ്ഞ ടിപ്സുകൾ കേട്ടിട്ടില്ല. ആദ്യത്തെ പെഗ്ഗിൽ നിന്ന് വിട്ടു നിൽക്കുക എന്നുള്ള ടിപ്പ് ഞാൻ കേട്ടിട്ടില്ല. ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കുക. അപ്പൊ ഇത് രണ്ടേ എനിക്കന്ന് കിട്ടിയുള്ളൂ. അത് രണ്ടേ ഞാൻ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോകുന്നുള്ളൂ. ആദ്യത്തെ പെഗ് എടുക്കാതിരിക്കുക, ഇന്നത്തെ ഒരു ദിവസം കുടിക്കാതിരിക്കുക എന്നുള്ളത്. പക്ഷെ അതും ഇവിടെ നിന്ന് ഞാൻ കിട്ടിയത് കൊണ്ടല്ലേ എനിക്ക് അത് പ്രവർത്തിച്ചു തുടങ്ങിയത്. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിംഗ് സെന്റർ എന്നേക്കാൾ വലിയ ശക്തിയാണ്. ആ മീറ്റിംഗ് സെന്റർ എന്നേക്കാൾ വലിയ ശക്തിയാണെന്ന് പറയുമ്പോഴും എനിക്ക് എൻ്റെ എല്ലാ ചോദ്യങ്ങൾക്കും മീറ്റിംഗ് സെന്റർ മറുപടി തരികയില്ല, അല്ലെങ്കിൽ എൻ്റെ ഒരു ചോദ്യങ്ങൾക്കും മീറ്റിംഗ് സെന്റർ മറുപടി തരികയില്ല. മീറ്റിംഗ് സെന്റർ എന്ന് ഞാൻ പറയുന്നത്, ആ മീറ്റിംഗ് സെന്റർ റിക്കവറി മീറ്റിംഗ് ആണ്. റിക്കവറി മീറ്റിംഗിൽ മിക്കവാറും ഞാൻ പറയുന്നതിന് ചോദിക്കുന്നതിന് മറുപടി ആരും തരികയില്ല. അങ്ങനെ ഒരു പരിപാടി ഇല്ല. അത് നമ്മൾ പറഞ്ഞൊരു നവാഗതരോട് അധികാരഭാവത്തോടെയോ പഠിപ്പിക്കലായിട്ടോ ഒന്നും ആരും പറയുന്നില്ല. കാര്യം അതിനുള്ള യോഗ്യതയൊന്നും ഇവിടെ ആർക്കും തന്നെ ഇല്ല.
അങ്ങനെ ഉണ്ടായിരുന്നെങ്കിൽ എവിടെയെങ്കിലും ഒക്കെ കോളേജിലൊക്കെ ക്ലാസ് എടുക്കുക ഈ പറയുന്ന കാര്യങ്ങൾക്കൊക്കെ പോവേനെ. ഇവിടെ വന്നത് ഈ പ്രശ്നം പരിഹരിക്കാൻ പറ്റാത്തത് കൊണ്ട് തന്നെയാണ്. അപ്പൊ ഈ പ്രശ്ന പരിഹാരത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ വന്നത്. അപ്പൊ ഈ എന്താണ് ഇന്ന് വന്നവനും 20 വർഷം മുമ്പ് വന്നവനും ആരായിരുന്നാലും പരസ്പരം പങ്കുവെക്കുന്നതിലൂടെയാണ് ഈ പ്രശ്നം പരിഹരിച്ചു പോകുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ എക്ക് പ്രത്യേക വക്താക്കളില്ല, എക്ക് ഡോക്ടർമാരും പ്രൊഫസർമാരൊന്നും ഇല്ല. അവരുടെ അനുഭവങ്ങൾ ആണ് സത്യത്തിൽ പങ്കുവെക്കുന്നത്. അവർ ഈ പ്രശ്നം പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് അവരിന്നും ഇതിൽ നിലകൊള്ളുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിങ്ങിലൊന്നും ആരും ഉപദേശങ്ങളും മറുപടിയൊന്നുമില്ല. അവരവരുടെ ഷെയറിങ് കഴിഞ്ഞ് അവർ പോകുന്നു എന്നുള്ളതല്ലാതെ ചോദിച്ചാൽ പോലും പലരും മറുപടി പറയാറില്ല. ആദ്യം വെറുപ്പ് തോന്നിയായിരുന്നു. ഇവർ പിന്നെ എന്ത് സഹായിക്കുന്ന പറഞ്ഞു, ഒരു സംശയം ചോദിച്ചിട്ട് പോലും മറുപടി പറയുന്നില്ല. കാര്യം അങ്ങനെ മറുപടി പറയുന്ന സ്ഥലമല്ല മീറ്റിംഗ് സെന്റർ, റിക്കവറി മീറ്റിംഗ്. അപ്പോൾ ഒരാൾ ചോദിക്കുന്നതിനോ പറയുന്നതിനൊക്കെ മറുപടി പറഞ്ഞാൽ അത് വളരെ വേറെ ഗുരുതരമായിട്ടുള്ള വിഷയങ്ങളുണ്ടാകും. ആ ഒരു എന്താണ് കൗണ്ടർ ഷെയറിങ്ങും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടാകും. അവിടെ റിക്കവറിക്ക് ബുദ്ധിമുട്ടുണ്ടാകും. അപ്പൊ അതുകൊണ്ട് തന്നെ മീറ്റിംഗ് സെന്ററിൽ നിന്ന് മറുപടി കിട്ടുന്നില്ല. എനിക്ക് മറുപടികൾ വേണം. ചില സംശയങ്ങൾ എനിക്ക് ദൂരീകരിക്കേണ്ടതുണ്ട്. തീർച്ചയായിട്ടും അത് എന്താണ് ഞാൻ ഈ പറഞ്ഞ പോലെ ചില പഴമക്കാരുടെ അടുത്ത് ചോദിക്കാൻ തുടങ്ങി. അതിന് പറ്റിയ ഒരാൾ ഞാൻ ഈ പറഞ്ഞ പോലെ എനിക്ക് കിട്ടി എന്നുള്ളതാണ്. എൻ്റെ ഈ പറഞ്ഞ വളരെ ഗുരുതരമായിട്ടുള്ള വളരെ വിമർശനാത്മകമായിട്ടുള്ള ആ സംശയങ്ങൾക്കൊക്കെ മറുപടി നല്ല രീതിയിൽ ശാന്തമായിട്ടൊക്കെ തരാൻ പറ്റുന്ന ഒരു സ്പോൺസറെ കിട്ടി എന്നുള്ളതാണ് ഏറ്റവും വലിയ ദൈവാധീനം. എന്തായാലും അയാൾ എന്നേക്കാൾ വലിയ ശക്തിയാണ്. അപ്പൊ അയാളെ ഞാൻ എന്നേക്കാൾ വലിയ ശക്തി എന്നുള്ള രീതിയിൽ കണ്ടു. ആ ഒരു രീതിയിൽ തന്നെയാണ് മുന്നോട്ട് സഞ്ചരിച്ചത് കുറെ നാള്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ എൻ്റെ സ്പോൺസർ മാത്രമല്ല, ആ സ്പോൺസറെ കണ്ടെത്തുന്നതിന് മുമ്പ് പലവിധ ആൾക്കാരും ഒരുപക്ഷെ ഈ മീറ്റിങ്ങിലൊക്കെ പലരും ഉണ്ടാവും. ഞാനന്ന് സഹായം തേടിയ ആൾക്കാർ പല പല സഹായങ്ങൾ. അപ്പൊ ഈ സഹായം ചോദിക്കാൻ തുടങ്ങിയത് എന്തുകൊണ്ടാണ്? ആ ഒരു ഓപ്പൺ മൈൻഡ്, ആ ഒരു തുറന്ന മനസ്സ്. ഞാനീ പറഞ്ഞില്ലേ, ഞാൻ ശക്തിഹീനാണെന്നുള്ള ആ യാഥാർത്ഥ്യം സത്യസന്ധമായി മനസ്സിലാക്കി. ആ ഒരു സത്യസന്ധത കൊണ്ട് തന്നെയാണ് ഈ അന്വേഷിക്കാൻ തയ്യാറായി, ചോദിക്കാൻ തയ്യാറായത്. അതിനു മുമ്പുള്ള കാലങ്ങളിൽ ഏല് വരുമ്പോൾ പോലും എനിക്കെല്ലാം അറിയാം. ഞാൻ പറഞ്ഞു, ഞാനിവിടെ വരുമ്പോഴത്തേക്കും ഞാൻ പല രാഷ്ട്രീയത്തിന്റെ പല എന്താണ് ഇന്ത്യൻ രാഷ്ട്രീയമായാലും അമേരിക്കൻ രാഷ്ട്രീയമായാലും ലോകത്തുള്ള എല്ലാ വിഷയങ്ങളെ പറ്റിയും ഞാൻ സംസാരിക്കും. ഏഴ് മീറ്റിങ്ങിൽ പോലും പല കാര്യങ്ങളും ഞാൻ സംസാരിക്കും, പലർക്കും ഉപദേശം കൊടുക്കും. മദ്യനയത്തെ പറ്റിയോ മദ്യനിരോധനത്തെ പറ്റിയോ ഒക്കെ എന്തൊക്കെ ഞാൻ ഇഷ്ടംപോലെ കാര്യങ്ങൾ എനിക്കെല്ലാം അറിയാം. എനിക്കറിയാം, എന്നെ നിങ്ങളാരും പഠിപ്പിക്കേണ്ടതില്ല, എനിക്കെല്ലാം അറിയാം. ഇന്നും ഈ പറഞ്ഞ പോലെ എന്താണ് പല സുഹൃത്തുക്കളും എനിക്കെല്ലാം അറിയാം എന്ന് പറയുമ്പോഴത്തേക്ക് ഭയങ്കരമായിട്ട് എനിക്ക് ചിരി വരും. അവിടെ ഞാൻ എന്നെ തന്നെയാണ് കാണുന്നതെങ്കിലും അത് വളരെ താമസിയാതെ എനിക്ക് മനസ്സിലായി എനിക്കൊന്നും അറിയില്ല എന്നുള്ളത്. അപ്പൊ ഈ എനിക്കൊന്നും അറിയില്ല എന്നുള്ള ആ ഒരു അറിവ്, അതാണ് അത്ഭുതകരമായിട്ട് എന്താണ് മുന്നോട്ട് പോകാൻ അല്ലെ പ്രോഗ്രാമിൽ നിലനിൽക്കാൻ സഹായിച്ചത്. ചോദിക്കാൻ തുടങ്ങി, ചെറിയ പിള്ളേരോട് പോലും ചോദിക്കാൻ തുടങ്ങി. കാര്യം ഇപ്പൊ എന്താണ് ഇപ്പൊ ഈ നമ്മുടെ ചെറിയ പിള്ളേര് മൂന്നോ നാലോ വയസ്സാകുമ്പോൾ മുതൽ അവർക്ക് കമ്പ്യൂട്ടറിലും മൊബൈൽ ഫോണിലും ഒക്കെ ഉള്ള ഭയങ്കര ഒരു നമ്മുടെയൊക്കെ കഴിവ്, അറിവ്, അതൊക്കെ അത്ഭുതകരമാണ്. ഞാൻ അങ്ങനെയുള്ള പിള്ളേരുടെ അടുത്ത് പോലും ചോദിക്കാൻ തുടങ്ങി, എങ്ങനെയാണ് ആ ഗെയിം, എങ്ങനെയാണ് ഇച്ചിരി മുതിർന്ന പിള്ളേരോട് എങ്ങനെയാണ് ആ ഒരു ആപ്ലിക്കേഷൻ എങ്ങനെയാണ് ഇൻസ്റ്റാൾ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത്, എങ്ങനെയാണ് ഈ വെബ്സൈറ്റ് എങ്ങനെയാണ് ഓപ്പൺ ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇമെയിൽ ID ഉണ്ടാക്കുന്നത്. അപ്പൊ ഇതൊക്കെ ചെറിയ പിള്ളേരുടെ ഒക്കെ ചോദിക്കാനായിട്ട് യാതൊരുവിധ മടിയില്ല. എനിക്കറിയില്ല എന്നുള്ള യാഥാർത്ഥ്യം ഞാൻ അംഗീകരിച്ചപ്പോൾ മനസ്സിലായപ്പോഴത്തേക്ക് പിന്നെ ഈ പറഞ്ഞ പോലെ എന്തിനാ ചോദിക്കാതിരിക്കുന്നത്? ഈ ഭൂമിയിലെ തന്നെ ഏറ്റവും അത്ഭുതകരമായ ഒരു കാര്യമാണത്. അറിവില്ല എന്ന് അറിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും അറിഞ്ഞു തുടങ്ങൂ എന്നുള്ളത്. ഒരു മദ്യാസക്തിനെ സംബന്ധിച്ചുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം തന്നെയാണ്. ഇന്നും ഞാനീ പറഞ്ഞില്ലേ, പല സുഹൃത്തുക്കളും എനിക്കറിയാം, അവര് ഏല് വരുന്നുണ്ട്, കുടിക്കാതിരിക്കുന്നുണ്ട്, കൂടെ വീഴുന്നുണ്ട്. ഇപ്പോഴും റിലാപ്സായി നടക്കുന്ന ഒരു സുഹൃത്തിനെ ഞാൻ ഫോളോ ചെയ്യുന്നുണ്ട്. കാര്യം വളരെ ദുഃഖമുണ്ട്, എങ്ങനെയെങ്കിലും പുള്ളി രക്ഷപ്പെടണം എന്നുള്ള ആഗ്രഹം കൊണ്ട് പലപ്പോഴും കാണുമ്പോൾ ആദ്യമേ തന്നെ പറയണം, എനിക്കെല്ലാം അറിയാം, ഞാൻ 1 വർഷത്തിലധികം, ഞാൻ 400 ദിവസത്തിലധികം കുടിക്കാതിരുന്നതാണ്, എനിക്കെല്ലാം അറിയാം എന്നാണ്. അവസാനം ഞാൻ പറഞ്ഞു, ഈ എല്ലാം അറിയാമെങ്കിൽ നിസ്സാരം കുടിക്കാതിരിക്കാനുള്ള പരിപാടി, കുടിക്കാതിരിക്കാൻ പറ്റുമോ? അത് മാത്രം പറ്റുന്നില്ല.
അപ്പൊ ഒരു മദ്യാസക്തന്റെ ദയനീയ അവസ്ഥ എനിക്കറിയാവുന്ന ആ ധിക്കാരം, ഈ പറഞ്ഞ പോലെ എന്താണ്, ഈ ആ ഒരു ഓപ്പൺ മൈൻഡ് വരുന്നേ ഇല്ല. അതിന്റെ കാരണം ഞാൻ ഈ പറഞ്ഞ പോലെ അത് ഈ ഒന്നാമത്തെ പടി ഈ സത്യസന്ധത ഇല്ലായ്മ. ഈ സത്യസന്ധത ഇല്ലായ്മ എന്ന് പറയുമ്പോൾ അയാള് സത്യസന്ധത ഇല്ലാത്ത കള്ളനാണെന്നും അല്ല കേട്ടോ അതിന്റെ അർത്ഥം. അവരുടെ കുറ്റം കൊണ്ടല്ല അവർ ആ രീതിയിൽ സൃഷ്ടിക്കപ്പെട്ടവരായി കാണപ്പെടുന്നതെന്ന് നമ്മളിപ്പോ 5-ാമത്തെ അധ്യായത്തിന്റെ തുടക്കം വായിച്ചപ്പോൾ ഞാൻ പറഞ്ഞു. അത് അങ്ങനെയാണ്. അതെങ്ങനെയാണ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ മുമ്പ് പറഞ്ഞു, എനിക്ക് സത്യസന്ധത ഇല്ലായിരുന്നു, പക്ഷെ എനിക്ക് സത്യസന്ധത ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു. എനിക്ക് സത്യസന്ധത എൻ്റെ ഉണ്ടായിരുന്നു, നമ്മളിൽ അത് ഉണ്ടായിരുന്നു. കാര്യം ഇതൊന്നും ഇടയ്ക്ക് വെച്ച് സത്യത്തിൽ വരുന്നതല്ല. ഇത് എന്തെങ്കിലും കാരണവശാൽ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരുന്നതായിരിക്കണം. രണ്ടാമത്തെ പടിയെ സംബന്ധിച്ചും അങ്ങനെ തന്നെയാണ്. സുബോധം പുനഃസ്ഥാപിക്കുന്നതിന് വലിയ ശക്തിയുടെ സഹായം ആവശ്യമുണ്ടെന്നുള്ളതാണ്. ഈ പുനഃസ്ഥാപിക്കുക എന്ന് പറഞ്ഞാല് എന്താണ്? വീണ്ടെടുക്കൽ. ഇത് പണ്ട് നമ്മളിൽ ഉണ്ടായിരുന്നതാണ്. അപ്പൊ ഇത് എന്നിൽ തന്നെ ഉണ്ടായിരുന്നതാണ്. ഈ എന്നിൽ തന്നെ ഉണ്ടായിരുന്നതാണ് എന്ന് ഞാൻ പറയുമ്പോഴത്തേക്ക് എന്താണ്, ഈ മോഹൻലാലിന്റെ ഒരു ഇന്റർവ്യൂ ഒരിക്കൽ ഞാൻ കേട്ടതാണ്. അപ്പൊ അതിലൊരു ഭാഗം മോഹൻലാലിനെ ഇന്റർവ്യൂ ചെയ്യുന്ന ആള് ചോദിച്ചു, നിങ്ങൾ നൃത്തം പഠിച്ചിട്ടില്ല, ശാസ്ത്രീയമായിട്ട് നൃത്തമൊന്നും പഠിച്ചിട്ടില്ല, നിങ്ങൾ പഠിക്കാൻ പോയിട്ടില്ല എന്നുള്ളതാണ് അറിവ്. അപ്പൊ നൃത്തം പഠിക്കാത്ത നിങ്ങൾ എന്താണ് വളരെ ഭംഗിയായിട്ട് നൃത്തം ചെയ്യുന്ന ഒരു സിനിമ കമലദളം ആണെന്ന് പറയുന്നത്. കമലദളത്തില് നല്ലൊരു ഡാൻസറാണ്, എത്ര വിദഗ്ധമായിട്ടാണ് ആ ശാസ്ത്രീയ നൃത്തം നിങ്ങൾ ചെയ്യുന്നത്, അതെങ്ങനെയാണ് നിങ്ങൾക്ക് അത് സാധിക്കുന്നത്? അതുപോലെ തന്നെ വേറൊരു സിനിമയുടെ പേര് ഞാൻ മറന്നുപോയി, ഒരു കഥകളി നടനായിട്ട് അഭിനയിക്കുന്ന അതില്. അപ്പൊ ഒരു കഥകളി നടനായിട്ട് പുള്ളി കഥകളിയൊക്കെ നന്നായിട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതൊന്നും നിങ്ങൾ എന്താണ് ശാസ്ത്രീയമായിട്ട് പഠിച്ചിട്ടില്ല, നിങ്ങളത് പഠിക്കാതെ നിങ്ങൾ അത് എങ്ങനെയാണ് ചെയ്തത്? അവിശ്വസനീയമാണ്. നിങ്ങൾ ഒളിച്ചെപ്പോഴോ ഒക്കെ ഇത് പഠിച്ചിട്ടുണ്ട്, ഇല്ലെങ്കിൽ ഇതെങ്ങനെ ചെയ്യും എന്നാണ് അതിൻ്റെ ചോദിച്ചത്. അപ്പൊ എന്തായാലും ഹലോ, കേൾക്കുന്നുണ്ടോ രാജേട്ടാ? കേൾക്കുന്നുണ്ട്. സ്ക്രീനിലെ ഒരു ഇത് കണ്ട് സംശയം തോന്നി. ഓക്കെ. അപ്പൊ നിങ്ങൾക്ക് അതെങ്ങനെ ചെയ്യാൻ സാധിക്കും എന്ന് ചോദിച്ചപ്പോഴത്തേക്ക് മോഹൻലാൽ പറഞ്ഞ മറുപടി, ഞാനിത് പഠിച്ചിട്ടില്ല, ഞാൻ സ്കൂളിൽ പഠിച്ചപ്പോൾ നൃത്തം പഠിച്ചിട്ടില്ല, കഥകളി പഠിച്ചിട്ടില്ല, ഞാൻ എങ്ങും പോയി ആരുടെയൊന്നും പഠിച്ചിട്ടില്ല. ആ സിനിമയുടെ ഷൂട്ടിങ്ങിന്റെ സമയത്ത് ഒരു കഥകളി ആചാര്യന്റെ അടുത്ത് പോയി ഒരു ദിവസം പ്രാക്ടീസ് ചെയ്ത്, 1-2 ദിവസം പ്രാക്ടീസ് ചെയ്ത് അതിൻ്റെ ഇതൊക്കെ അത്യാവശ്യം കാര്യങ്ങൾ അങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയതേ ഉള്ളൂ. പക്ഷേ സിനിമയിൽ അത്ഭുതകരമായിട്ട് നല്ലൊരു കഥകളി നടനായിട്ട് അഭിനയിച്ചെന്നല്ല, ജീവിക്കുക തന്നെ അദ്ദേഹം ചെയ്തു. അപ്പൊ മോഹൻലാൽ അതിൽ പറഞ്ഞ മറുപടി, ഇത് എന്നിലുണ്ടായിരുന്നു എന്നാണ്. എന്നിലിതുണ്ടായിരുന്നു എന്ന് പറഞ്ഞ പോലെ തന്നെ ഈ സത്യസന്ധതയും ഈ സുബോധവും ഈ വില്ലിങ്നെസ്സും ഒക്കെ, അല്ലെങ്കിൽ എന്താണ് ഈ ഓപ്പൺ മൈൻഡും ഒക്കെ നമ്മളിൽ ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അപ്പോൾ രണ്ടാം പടി നമ്മൾ വ്യക്തമായിട്ട് വിശകലനം ചെയ്യുമ്പോൾ ഇത് ഉണ്ടായിരുന്ന സാധനം നമ്മൾ വീണ്ടെടുക്കുകയാണ് ഇപ്പൊ ചെയ്യുന്നത്. അപ്പൊ എന്തായാലും ഈ പറഞ്ഞ പോലെ ആ ഒരു ഓപ്പൺ മൈൻഡിന്റെ കാര്യം, അതിനേക്കാൾ ഉപരി എന്താണ് വില്ലിങ്നെസ് പറയുമ്പോഴത്തേക്കും വളരെ അതിന്റെ ഒരു രസകരമായിട്ടുള്ള കാര്യം, പല ആൾക്കാരും പറയുന്നത് കേൾക്കാറുണ്ട്. എന്താണ്, കൃത്യമായിട്ട് മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ബിഗ് ബുക്ക് ഇഷ്ടം പോലെ വായിക്കുന്നുണ്ട്, വേറെ യാതൊരുവിധ കുഴപ്പങ്ങളുമില്ല, പക്ഷെ എന്നിട്ടും കൂടെ വീണു പോകുന്നുണ്ട്. വീണു പോയി കഴിഞ്ഞാൽ പിന്നെ ഉറക്കം നിന്നൊക്കെ ബിഗ് ബുക്ക് വായനയാണ്. അപ്പൊ നന്നായിട്ട് ബിഗ് ബുക്ക് വായിക്കുന്നുണ്ട് ഞാൻ, നല്ല രസമാണ്. ബില്ലിന്റെ കഥയൊക്കെ വായിച്ചു, നല്ല രസമാണ്. അതൊക്കെ കൂടെ വായിക്കുന്നുണ്ട്. വല്ലാത്ത ടെൻഷൻ തോന്നുമ്പോൾ അല്ലെങ്കിൽ ഒന്ന് സ്ലിപ്പായി പോയാൽ അത് കഴിഞ്ഞിട്ട് ഒന്ന് ആ ഒരു സമ്മർദ്ദം ഒക്കെ താങ്ങാൻ പറ്റാതെ വന്നിട്ട് ബിഗ് ബുക്ക് എടുത്ത് ഏതെങ്കിലും പേജ് തുറന്ന് നോക്കാറുണ്ട്. അപ്പൊ ഈ ഗ്രന്ഥത്തിന്റെ ഏതെങ്കിലും ഒരു പേജൊക്കെ മിക്കവാറും ഞാൻ വായിക്കുന്നുണ്ട്. പക്ഷെ എന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നില്ല. അപ്പൊ ആള് ബില്ലിംഗ് ആണ്, പക്ഷെ പ്രശ്നം പരിഹരിക്കുന്നില്ല. അപ്പൊ ഈ എന്താണ് പണ്ട് പറയുന്ന ഒരു ചൊല്ലുണ്ട്, കാശിക്ക് പോകാൻ പറഞ്ഞ് കാശിക്ക് പോയി. അപ്പൊ എന്ന് പറഞ്ഞതുപോലെ പല സുഹൃത്തുക്കളും, ഇപ്പൊ ഞാനും അങ്ങനെ തന്നെ, മീറ്റിങ്ങിന് വരുന്നുണ്ട്,
കള്ളുകുടിയാണ് പ്രശ്നം എന്ന് വിചാരിച്ച് കള്ളുകുടി നിന്നിട്ടുണ്ട്. അപ്പൊ എന്താണ് എന്റെ ഈ നശീകരണ മദ്യപാനത്തിന്റെ അടിസ്ഥാന കാരണം എന്താണ്? എന്തുകൊണ്ട് എനിക്കിത് ഇന്നേവരെ പരിഹരിക്കാൻ സാധിച്ചില്ല? ഇതൊരു നിസ്സാര കാര്യമല്ലേ? കുടിക്കാതിരുന്നാ പോരെ? ഈ വക വേഷം കെട്ടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും ഒക്കെ കാര്യമുണ്ടോ? നമ്മളൊക്കെ തീരെ വിദ്യാഭ്യാസം ഇല്ലാത്തവരല്ലല്ലോ. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരമെന്നുള്ള സർക്കാരിന്റെ മുന്നറിയിപ്പ് നിശ്ചിത വലിപ്പത്തിൽ തന്നെ എല്ലാ കുപ്പിയിലും എഴുതി വെച്ചിട്ടുണ്ട്. ഓരോ കുപ്പിയിലും അതിന്റെ സ്റ്റിക്കറിലും അതിന്റെ കവറിലും ഒക്കെ എഴുതി വെച്ചിട്ടുണ്ട്. ആദ്യ കുടിയുടെ നാൾ മുതൽ തന്നെ അത് വ്യക്തമായിട്ട് കണ്ടിട്ടുണ്ട്. അതിന്റെ അർത്ഥം അറിയുകയും ചെയ്യാം. എന്നിട്ടും മദ്യം നമ്മളെ വിഡ്ഢികളാക്കി. അപ്പൊ ഇത് കുടിക്കാതിരുന്നാ പോരായിരുന്നു. ഇപ്പോഴാണെങ്കിലും കുടിക്കാതിരുന്നാ പോരെ? നിസ്സാര കാര്യമല്ലേ? കുടിക്കാതിരുന്നാൽ ഒന്നും ചെയ്യണ്ട. നമ്മൾ കുടിക്കണമെങ്കിൽ കുറെ അധികം കാര്യങ്ങൾ ചെയ്യണം. മദ്യപിക്കുന്നത് കുറെ കഷ്ടപ്പാടുണ്ട്. മദ്യപിക്കാൻ പൈസ ഉണ്ടാക്കണം. ബിവറേജിൽ നിന്നാണെങ്കിൽ ബിവറേജിൽ പോയി ക്യൂ നിൽക്കണം. ബാറിലാണെങ്കിൽ ബാറിൽ പോയാൽ വൃത്തികെട്ട നാറ്റമൊക്കെ സഹിച്ച് ബലം പിടിച്ച് നിന്ന് മേടിച്ച് കഷ്ടപ്പെട്ട് കുടിക്കണം. ഇത്രയും വൃത്തികെട്ട സ്വാദുള്ള ഒരു ദ്രാവകം വേറെ ഒന്നുണ്ട്? ഈ വെടക്ക് പിടിച്ച മണവും അതിൻ്റെ ടേസ്റ്റും ആ ബുദ്ധിമുട്ടും ഇത് കുടിക്കുമ്പോൾ അകത്തേക്ക് ചെല്ലുമ്പോഴുള്ള തിരിച്ചോക്കാനം വരുന്ന ഒരവസ്ഥ, എന്തൊക്കെ കഷ്ടപ്പാടാണ് ഇച്ചിരി മദ്യം ഒന്ന് അകത്ത് ചെല്ലുന്നത്. അകത്ത് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ വേറെ ആളാകും. അപ്പോൾ ഈ പറഞ്ഞില്ല, കുടിക്കുന്നതിന് പൈസ ഉണ്ടാക്കണം, കഷ്ടപ്പെടണം, പല പല ബുദ്ധിമുട്ടുകളാണ്. കുടിക്കാതിരിക്കാൻ ഒന്നും ചെയ്യണ്ട, കുടിക്കാതിരുന്നാൽ മതി. എത്ര സുന്ദരമായിട്ടുള്ള കാര്യം. അതെനിക്ക് പറ്റുന്നില്ല എന്ന് പറയുന്നെങ്കിൽ എന്തൊരവസ്ഥയാണ്, എന്താണ് എൻ്റെ അവസ്ഥ? അപ്പൊ എന്തായാലും ആ പ്രശ്നത്തിലുള്ള പരിഹാരത്തിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു. ഈ വില്ലിങ്നെസ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞില്ല, ആ മൂന്നാമത്തെ പടി ആണ് എനിക്ക് വരുന്നത്. കാര്യം മൂന്നാമത്തെ പടി എന്തായാലും ആ ഒരു ദൃഢമായ കർമ്മം ആവശ്യപ്പെടുന്നു എന്ന് പറയുന്നത്. ശക്തമായ പ്രവൃത്തി ആവശ്യമാണ്. വില്ലിങ്നെസ് എന്ന് പറയുമ്പോൾ തന്നെ സത്യത്തിൽ വില്ലിങ് എന്ന് തയ്യാറാകൽ എന്നാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ പോലും തയ്യാറായി എന്നുള്ളത് കൊണ്ടായില്ല. ഞാൻ പറഞ്ഞില്ലേ, ബിഗ് ബുക്ക് വായിക്കുന്നുണ്ട്, മീറ്റിങ്ങിന് പോകുന്നുണ്ട്, ഷെയറിങ് ഒക്കെ ചെയ്യുന്നുണ്ട്, പക്ഷെ വീണ്ടും ഒക്കെ സ്ലിപ്പാകുന്നുണ്ട്. അപ്പൊ നമ്മളൊരു ഒരു അസുഖം എന്തെങ്കിലും അസുഖം വന്നപ്പോഴത്തേക്ക് വീടിന് വളരെ അകലെയല്ലാതെ ഒരു ഹോസ്പിറ്റലുണ്ട്. ആ ഹോസ്പിറ്റലിൽ നല്ലൊരു ഡോക്ടറൊക്കെ ഉണ്ട്, അവിടെ നല്ല സർവീസൊക്കെ ഉണ്ട്, കൊള്ളാം. ആ ഹോസ്പിറ്റലിൽ പോയാൽ മതി, അവിടെ പോയാൽ മതി, ആ ഹോസ്പിറ്റലിൽ ചെന്നാൽ മതി, എല്ലാ പ്രശ്നവും മാറ്റിപ്പോരാ എന്ന് കേട്ടുണ്ട്. ആ ഹോസ്പിറ്റലിൽ പോയി അതിൻ്റെ ഒ.പിയുടെ വാതിക്ക് ആ ഹോസ്പിറ്റലിന്റെ ഒ.പി ഒക്കെ പൂട്ടുന്നവരെ അവിടെ നോക്കി ചിന്തിച്ചും പോകുന്നത് കൊണ്ട് നമ്മുടെ അസുഖം മാറിയല്ല. അസുഖം മാറാൻ ചെയ്യേണ്ട നടപടികൾ ചെയ്യണം. ഹോസ്പിറ്റലിൽ ചെന്ന് ചീട്ടെടുക്കണം, ഡോക്ടറെ കാണണം, ഡോക്ടറെ നിർദ്ദേശങ്ങൾ അനുസരിക്കണം, മരുന്ന് പറയുന്ന സമയത്ത് പറയുന്ന രീതിയിൽ ആ പഥ്യങ്ങളൊക്കെ സ്വീകരിച്ചുകൊണ്ട് ആ മരുന്ന് കഴിച്ചെന്നാൽ ആ രോഗം മാറും. അപ്പൊ അല്ലാതെ വീണ്ടും വിഡ്ഢിയാകേണ്ടതുണ്ടോ? വീണ്ടും ഞാൻ വിഡ്ഢിയാകേണ്ടതുണ്ടോ? ഞാൻ ആശുപത്രിയിൽ പോയി കുറേ നേരം ഇരുന്നേച്ചും പോന്നാൽ എൻ്റെ അസുഖം മാറുമോ? ആശുപത്രി കയറിയിടങ്ങിൽ അതിൻ്റെ വാർഡിലും മറ്റേ ഒ.പിയിലും അവിടെയൊക്കെ കറങ്ങി നടന്നേച്ച് ഞാൻ പോന്നാൽ എൻ്റെ രോഗം മാറുമോ? അതിന് വേണ്ട കാര്യം ഞാൻ തീർച്ചയായിട്ടും ചെയ്യണം. അപ്പോൾ ഞാൻ ഈ പറഞ്ഞില്ലേ, വില്ലിങ് എന്ന് പറഞ്ഞാൽ പോരെ, ചെയ്യണം ഞാൻ. അപ്പൊ വില്ലിങ് എന്ന് പറഞ്ഞാൽ ആ ഒരു പ്രവൃത്തി ചെയ്യാനുള്ള ആന്തരികമായ തയ്യാറെടുപ്പാണ്. അത് തയ്യാറെടുത്ത് ഞാൻ അപ്പൊ പല ആൾക്കാരും പറഞ്ഞില്ലേ, ബിഗ് ബുക്ക് വായിച്ചിട്ടുണ്ട്, മീറ്റിങ്ങിനൊക്കെ പോയിട്ടുണ്ട്, ഇഷ്ടം പോലെ കുറെ പോയിട്ടുണ്ട്, പക്ഷെ രക്ഷയില്ല. സ്ലിപ്പായിട്ട് പിന്നെ ഒരു രക്ഷയില്ല. അല്ലെങ്കിൽ കുടിച്ചു തുടങ്ങിയിട്ട് പറ്റുന്നില്ല, നിർത്താൻ പറ്റുന്നില്ല. അപ്പൊ ഞാനും പറഞ്ഞില്ലേ, പറഞ്ഞ നിർദ്ദേശങ്ങൾ ആദ്യം മുതൽ മനസ്സിലാക്കിയില്ല, ചെയ്തില്ല എന്നുള്ളതാണ്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എല്ലാത്തിലും ഈ സത്യസന്ധത ആവശ്യമാണ്. ഈ പറയുന്ന ഓരോ കാര്യങ്ങളിലും സത്യസന്ധത, ആത്മാർത്ഥമായിട്ട് ഇത് ചെയ്യുന്നുവെങ്കിൽ തീർച്ചയായിട്ടും പിന്നെ നമുക്ക് അടുത്തൊരു കുടിയെപ്പറ്റി ഒരിക്കലും ചിന്തിക്കേണ്ടി വരികയില്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാര്യം ഈ പറയുന്ന കാര്യങ്ങളിൽ നിന്ന് ഞാൻ എന്തിനു പുറത്തു പോകണം? ഞാനിപ്പോൾ ഈ പറയുന്ന കാര്യങ്ങൾ, ആൽക്കഹോളിക്സ് അനോണിമസിന്റെ പ്രോഗ്രാം, ഈ ഒരു രോഗശമന പരിപാടി, ഇത്
തുടക്കത്തിൽ ഞാനൊരു കാര്യം പറഞ്ഞു, മരണം വരെ മാറിയല എന്ന് പല ആൾക്കാരും പറയുന്നു എന്നുള്ളത്. സത്യത്തില് രോഗം പൂർണ്ണമായിട്ടും ശമിക്കും. ശമിക്കാത്ത ഒന്ന് ഈ പറഞ്ഞ ആ ഒരു ശാരീരിക അലർജി മാത്രമാണ്. അതായത് ഒരു പെഗ് ഞാൻ കഴിച്ചാൽ ഉറങ്ങിക്കിടക്കുന്ന ആ ശാരീരിക അലർജി ചാടി എഴുന്നേക്കും, നിയന്ത്രിക്കാൻ പറ്റാത്ത രീതിയിൽ അപകടകരമാണ്. ചില അഗ്നിപർവ്വത സ്ഫോടനങ്ങളൊക്കെ പോലെ, അല്ലെങ്കിൽ അനങ്ങാതെ കിടക്കുന്ന ഉഗ്രവിഷമുള്ള പാമ്പിനെ പോലെ അങ്ങോട്ടൊന്ന് ചവിട്ടിയാലേ ഒന്ന് കടിക്കുകയുള്ളൂ. അപ്പൊ എന്ന് പറഞ്ഞ പോലെ എന്നിൽ ഉറങ്ങിക്കിടക്കുന്ന ആ ഒരു ശാരീരിക അലർജി യാതൊരു ബുദ്ധിമുട്ടും ആ ഒരു അലർജി കൊണ്ടില്ല. ഒട്ടും ശരീരഭാരമൊന്നും തോന്നുന്നില്ല, യാതൊരു ഭാരവുമില്ല, യാതൊരു അസ്വസ്ഥത ഇറിറ്റേഷൻ ഒന്നുമില്ല ഈ ഒരു അലർജി കൊണ്ട്. അതെങ്ങനെയോ നമ്മുടെ ആ ശരീരത്തിന്റെ എന്തോ ഒരു രാസഘടനയൊക്കെയാണ്, അതങ്ങനെ അവിടെ ഒരു ശല്യവും ഇല്ലാതിരുന്നോളും. അതിലേക്ക് ഞാൻ ആദ്യത്തെ പെഗ് ഒഴിച്ചു കൊടുക്കാതിരുന്നാൽ മാത്രം മതി. അപ്പൊ ആദ്യത്തെ പെഗ് അതിലേക്ക് ഞാൻ ഒഴിച്ചു കൊടുക്കാതിരിക്കണമെങ്കിൽ ആ ഒരു ജാഗ്രത വേണം. ആൽക്കഹോളിക്സ് അനോണിമസ് പറയുന്ന പ്രോഗ്രാം, ഈ പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ ലളിതവും വളരെ രസകരവും ആനന്ദകരവുമായിട്ടുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെ സഞ്ചരിക്കുന്ന ഞാൻ എന്തിന് അതിൽ നിന്ന് മാറണം? അപ്പൊ എന്തായാലും സമയം വളരെ ദീർഘിച്ചെന്ന് തോന്നുന്നു. ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ ഇനിയും സംസാരിക്കാനൊക്കെ ഉണ്ടാവും. അപ്പൊ എന്തായാലും എന്നെ ഇത്രയും നേരം കേട്ടിരുന്ന എല്ലാവർക്കും വളരെയധികം നന്ദി. അതിനോടൊപ്പം ശ്രീലാലിനെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. തുടർന്ന് ശ്രീലാലിനെ കേൾക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട്. അപ്പൊ എല്ലാവർക്കും സുബോധത്തിന്റെ നല്ല ദിവസങ്ങൾ നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി. ഓക്കെ, താങ്ക് യു രാജ്.